പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പുരോഗമന കലാസാഹിത്യ സംഘം തിരുവനന്തപുരം ജില്ലയുടെ എല്ലാ പ്രവർത്തകരെയും ഇത് കാണുന്ന എല്ലാ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. ഈ കാലോചിതമായ ഈ പ്രഭാഷണ സംവാദ പരമ്പര സംഘടിപ്പിച്ച പുകാസയുടെ എല്ലാ പ്രവർത്തകരെയും സംഘാടകരെയും സുഹൃത്തുക്കളെയും എൻ്റെ സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് തുടങ്ങിക്കൊള്ളട്ടെ. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം കേരളത്തിൻ്റെ നവോത്ഥാന ആധുനികത, അതിൻ്റെ ആധാരങ്ങൾ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സംവാദ വേദിയുടെ മുഖ്യ പ്രമേയമായി നിങ്ങൾ കണ്ടെടുത്തിരിക്കുന്നത് ഈ പ്രതിസന്ധി ഘട്ടത്തിലുള്ള നമ്മുടെ അതിജീവനമാണ്. സാംസ്കാരികമായ അതിജീവനമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ സാംസ്കാരികം എന്ന് പറയുമ്പോൾ അതിന് സാമൂഹ്യവും അതിന് രാഷ്ട്രീയവും ഒക്കെ ആയിട്ടുള്ള നിരവധി അർത്ഥതലങ്ങൾ അതിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സാംസ്കാരിക സമരവും അതിജീവനത്തിൻ്റെ ഒരു ജീവിത സമരവും പോരാട്ടവും, അതേപോലെ തന്നെ ഈ കോവിഡ് മഹാമാരി അടക്കമുള്ള വലിയ പ്രതിസന്ധികൾ, വലിയ ഭൗതിക പ്രശ്നങ്ങൾ, നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ മൂലധന വ്യവസ്ഥയുടെയൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പുറത്തേക്ക് കൊണ്ടുവരുന്ന വിമർശ സാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ നിലനിൽക്കുന്ന അധികാര ഘടനയെയും തൽസ്ഥിതിയെയും വിമർശിക്കാവുന്ന ഒരു പ്രതലവും കൂടി ഈ പരിസരം, പ്രത്യേകിച്ചും അതിജീവനത്തിൻ്റെ ഈ ഒരു പരിപ്രേക്ഷ്യം ഉന്നയിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയെ ബാധിച്ചിരിക്കുന്ന, ലോകത്തെ ബാധിച്ചിരിക്കുന്ന ഈ ഭീകരത അല്ലെങ്കിൽ ഈ വലിയ മഹാമാരിയിൽ കേരളം ആശ്വാസകരമായ വിജയത്തിലേക്ക് അല്ലെങ്കിൽ അതിനെ ചെറുത്തു നിൽക്കുന്നതിൽ, മഹാമാരിയെ അതിജീവിക്കുന്നതിൽ വളരെയധികം മുന്നോട്ട് പോന്നിട്ടുണ്ട്. വളരെ ലോകശ്രദ്ധ ശ്രമിച്ചിട്ടുള്ള, ലോകത്തിൻ്റെ ആദരം ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത് കേരളവും ഏഷ്യയിലെ ചുരുക്കം ചില പ്രദേശങ്ങളും മാത്രമാണ്. ലോകത്തിൻ്റെ തന്നെ ഭൗമരാഷ്ട്രീയത്തിലെ വലിയ നിർണായകമായ വഴിത്തിരിവായി ഇതിനെ ലോകത്തെ പല ചിന്തകരും നിരീക്ഷകരും ഇതിനെ രേഖപ്പെടുത്തുകയാണ്. കാരണം കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവുമുള്ള ലോകത്തിൻ്റെ രാഷ്ട്രീയ ലോകക്രമം തന്നെ മറിയുന്നു എന്നാണ് നിരീക്ഷകർ പറയുന്നത്. അപ്പോൾ ഏതായാലും ഈ മഹാമാരിയെ വളരെ സമർത്ഥമായി, വളരെ ജാഗ്രതയോടുകൂടി ചെറുത്തു നിൽക്കുന്ന അതിജീവന സമരത്തിൽ ഏറ്റവും നിർണായകമായ നയനേതൃത്വങ്ങളും പ്രയോഗ പദ്ധതികളും ആവിഷ്കരിച്ച് നമ്മളെ ആശ്വാസകരമായ ഒരു മേഖലയിലേക്ക് എത്തിച്ചിരിക്കുന്ന കേരള സർക്കാരിനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന, നേതൃത്വം കൊടുക്കുന്ന ശൈലജ ടീച്ചറിനും ഒക്കെ തന്നെ നമ്മുടെ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിലുള്ള അതിജീവനത്തെക്കുറിച്ച്, സാംസ്കാരികമായ അതിജീവനത്തെക്കുറിച്ചുള്ള ഈ പ്രഭാഷണം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് കരുതുകയാണ്. അപ്പോൾ ഈ തീം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സാംസ്കാരികമായ അതിജീവനം ഒരു ജനതയുടെ, ഒരു സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള ചാലകതയെ, മുന്നോട്ടുള്ള അതിൻ്റെ ദീർഘവീക്ഷണത്തെ, അതിന് വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു തലമാണ് സാംസ്കാരിക തലം. ആ സാംസ്കാരിക തലത്തിൽ നിന്ന് നോക്കുമ്പോഴാണ് ഒരുപക്ഷെ കുറച്ചുകൂടി സമഗ്രമായി രാഷ്ട്രീയത്തെയും സമൂഹത്തെയും സാമ്പത്തിക വ്യവസ്ഥയെയും ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുക. നമുക്ക് അതിനെ കുറച്ചുകൂടി സമഗ്രമായി പരസ്പര ബന്ധുത്വത്തോടുകൂടി അല്ലെങ്കിൽ ഇഴചേർന്ന അവസ്ഥയിൽ ലോകയാഥാർത്ഥ്യത്തിൻ്റെ ഒരു സമഗ്രതയെ കുറച്ചുകൂടി വിലയിരുത്താൻ കഴിയുന്നത് ഒരു സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഒരു വീക്ഷണത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ സംസ്കാരം, അതിൻ്റെ ആധാരങ്ങൾ എന്തൊക്കെയാണ്, കേരളത്തിൻ്റെ ആധുനികത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്, കേരളത്തിൻ്റെ ആധുനികത എവിടെ ആരംഭിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ വംശാവലികൾ എന്താണ്, കേരള ആധുനികതയുടെ, കേരള നവോത്ഥാനത്തിൻ്റെ ചരിത്രങ്ങൾ ഏതൊക്കെയാണ്,
കേരളത്തിൻ്റെ ഈ ആധുനിക സംസ്കാരം ലോകത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ ലോകത്തിന് പല കാര്യങ്ങളിലും മാതൃകയായി വർത്തിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സാംസ്കാരികമായ മുന്നേറ്റങ്ങൾ, സാമൂഹ്യമായ വികാസങ്ങൾ, വിദ്യാഭ്യാസപരവും ആരോഗ്യരക്ഷാപരവുമായിട്ടുള്ള പുരോഗതി, സാക്ഷരതയും ആരോഗ്യരക്ഷയും മറ്റ് സാമൂഹ്യ വികസന സൂചകങ്ങളിലുമൊക്കെയുള്ള കേരളത്തിൻ്റെ മുന്നോട്ടുള്ള ഒരു പ്രയാണം പലപ്പോഴും പല കാര്യങ്ങളിലും ലോക നിലവാരത്തെ ഉല്ലംഘിക്കുന്ന തലത്തിലേക്ക് മാറിയിട്ടുള്ള കേരള മാതൃകയുടെ അതിൻ്റെ സാധ്യതകളും അതിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിൻ്റെ പോരായ്മകളും ഇടർച്ചകളും ഒക്കെ തന്നെ നാം നിരന്തരം ആത്മവിചാരണ ചെയ്തുകൊണ്ട്, ആത്മവിചിന്തനത്തിലൂടെ, വിമർശബോധത്തിലൂടെ പലപ്പോഴും പുനരാലോചന ചെയ്തുകൊണ്ട്, തെറ്റുകൾ തിരുത്തിക്കൊണ്ട്, പല വീഴ്ചകളും ഇടർച്ചകളും മൗനങ്ങളും ദമനങ്ങളും വളരെയധികം പലപ്പോഴും രാഷ്ട്രീയമായ ഇന്നത്തെ പോലെ സമഗ്രാധിപത്യ ഭീഷണി വളരെയധികം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇത്തരത്തിലുള്ള നിരന്തരമായ ആത്മവിമർശനം, ആത്മവിചിന്തനം, ആത്മവിചാരണയുടെ ഒരു സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ നിർണായകത്വം ഏറിക്കൊണ്ടിരിക്കുകയാണ്, അനുനിമിഷം ഏറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും നമുക്ക് ലോകശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളിലും പിന്നെ വലിയ വീഴ്ചകളും വലിയ പ്രശ്നങ്ങളും വലിയ പ്രതിസന്ധികളും നാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ പ്രത്യേകിച്ചും സമീപ കാല ചരിത്രത്തിലെ, വർത്തമാന ചരിത്രത്തിലെ വലിയ രാഷ്ട്രീയ സാമൂഹ്യ പ്രതിസന്ധികളെയും കൂടി, സാംസ്കാരികവും രാഷ്ട്രീയവുമായ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം നാം ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ ആധുനികത, കേരളത്തിൻ്റെ നവോത്ഥാനം, അതിൻ്റെ തുടക്കമെങ്ങനെ, അതിൻ്റെ ഉത്ഭവങ്ങൾ, അതിൻ്റെ ഊർജ ഉറവിടങ്ങൾ ഏതൊക്കെ, അതിൻ്റെ ആധാരങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ, അതിൽ കാതലായിട്ടുള്ളത് എന്തൊക്കെയാണ്, അതിൽ വർത്തമാന പ്രസക്തവും ഭവിഷ്യോന്മുഖവുമായിട്ടുള്ള അല്ലെങ്കിൽ ഭാവിയെ കരുപിടിപ്പിക്കാൻ ലോകത്തിന് മാതൃകകൾ നൽകാൻ കഴിയുന്ന വിമോചനാത്മകമായ അംശങ്ങൾ ഏതൊക്കെയാണ്, അതിനെ കൂടുതൽ വികസിപ്പിക്കുക, അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക, അതിൻ്റെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പരമാവധി അറിഞ്ഞ് തിരുത്തിക്കൊണ്ട് കുറയ്ക്കുക, ഈ തരത്തിലുള്ള ഒരു പരിശ്രമമാണ്, ഒരു വിചിന്തനപരമായ ഒരു എളിയ പരിശ്രമമാണ് ഞാൻ ഈ ഭാഷണത്തിലൂടെ നിർവഹിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങളും വളരെ ശ്രദ്ധയോടുകൂടിയുള്ള നിങ്ങളുടെ കേൾവിയും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും വിമർശങ്ങളും നിരീക്ഷണങ്ങളും പിന്നെ സൂചനകളും ഒക്കെ തന്നെ ഇവിടെ രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട്. അത് ഉപയോഗിക്കും. ഇതിനെ ഒരു സംവാദാത്മകമായ ജനായത്തപരമായ ഒരു സംവാദമാക്കി നാം മാറ്റും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൻ്റെ കാതലിലേക്ക് കടക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ആധുനികത എവിടെ ആരംഭിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു ചരിത്രം, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ സംസ്കാര രാഷ്ട്രീയ ചരിത്രം വളരെയധികം നിർണായകമായി വരികയാണ്. ഇപ്പോൾ കേരളത്തെക്കുറിച്ച് നിരവധി പഠനശാഖകളും പുസ്തകങ്ങളും ഒക്കെ തന്നെ നമുക്കിന്ന് ലഭ്യമാണ്. കേരള ചരിത്രം എന്ന് പറയുന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്, ബഹുസ്വരമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കേരളത്തിൻ്റെ ഈ സാംസ്കാരിക ചരിത്രം. ഏറ്റവും വർത്തമാന പ്രസക്തമായ ഒരു വിഷയവും കൂടിയാണ്. അപ്പോൾ ആ കേരളത്തിൻ്റെ ചരിത്രധാരകളെ നാം പിന്തുടരുമ്പോൾ കേരളത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ഒരു ചരിത്ര പ്രസ്താവം, ഒരു പുരാവസ്തു പ്രസ്താവം എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്നത് BC 3-ാം നൂറ്റാണ്ട് മുതലെങ്കിലുമാണ്. BC 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മൗര്യൻ ചക്രവർത്തിയായിരുന്ന അശോക മൗര്യൻ്റെ, മഹാനായ അശോകൻ എന്ന ലോക ചരിത്ര രചയിതാക്കളൊക്കെ വിളിച്ചിട്ടുള്ള മഹാനായ അശോകൻ്റെ, അദ്ദേഹം മഹാനാകുന്നത് അദ്ദേഹം ആയുധം ഉപേക്ഷിച്ചുകൊണ്ട്, ഹിംസയും പിന്നെ സമ്മർദ്ദതന്ത്രങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് നീതിയെ തൻ്റെ ഭരണഘടനയായി മാറ്റുന്നതിലൂടെയാണ്. ബുദ്ധൻ്റെ നീതിസങ്കല്പമായിരുന്ന ധമ്മം എന്ന് പറയുന്ന, പാലിയിൽ പറയുന്ന ധമ്മത്തെ
തൻ്റെ നിർമ്മാണ ഘടനയായി മാറ്റുന്നതിലൂടെയാണ് അശോകൻ യഥാർത്ഥത്തിൽ ഒരു നീതിമാനായ മഹാനായ ഒരു ചക്രവർത്തിയായി മാറുന്നു. അപ്പോൾ ഹിംസയെ ഉപേക്ഷിച്ചുകൊണ്ട് നീതിയെ, സത്യത്തെ തിരിച്ചറിഞ്ഞു അതിനെ തൻ്റെ നിർമ്മാണ ഘടനയാക്കി മാറ്റി എന്നുള്ളതാണ് അശോകനെ മഹാനാക്കി പിൽക്കാല പാശ്ചാത്യ ചരിത്രകാരന്മാരാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ BC 3-ാം നൂറ്റാണ്ടിലെ ശിലാശാസനങ്ങളിലാണ്, അദ്ദേഹത്തിൻ്റെ സ്തംഭ ലിഖിതങ്ങളിലും ശിലാലിഖിതങ്ങളിലുമൊക്കെയാണ് യഥാർത്ഥത്തിൽ കേതലപുത്തോ എന്നൊക്കെയുള്ള രീതിയിൽ പാലി ഭാഷയിൽ ധമ്മലിപികളിൽ, ധമ്മലിപി എന്ന് പറയുന്നത് ബുദ്ധൻ്റെ ധമ്മം പ്രചരിപ്പിക്കാൻ വേണ്ടി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ലിപിയാണ്. ബുദ്ധൻ്റെ കാലം നമുക്കറിയാം BC 6-ാം നൂറ്റാണ്ടിലാണ് ബുദ്ധൻ ജീവിച്ചിരുന്നത്. അപ്പോൾ ഗൗതമ ബുദ്ധൻ അദ്ദേഹം ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം പാലി എന്ന് പറയുന്ന അർദ്ധമാഗധി, പഴയ ഇന്ത്യയിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രാകൃത ഭാഷകളിലൊന്നായ മഗധ ഭാഗത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന സാധാരണ ജനങ്ങളും സ്ത്രീകളും ഒക്കെ തന്നെ അടിസ്ഥാന ജനതയും സ്ത്രീകളും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭാഷയാണ് ഈ അർദ്ധമാഗധിയായ പാലി. അതുകൊണ്ട് തന്നെ തഥാഗതനായ ബുദ്ധൻ തൻ്റെ സുവിശേഷം യഥാർത്ഥത്തിൽ ഏറ്റവും ലളിതമായ ജനകീയ ഭാഷയിൽ, ജനഭാഷയിൽ അല്ലെങ്കിൽ ജീവൽ ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ സുവിശേഷം അവതരിപ്പിച്ചത്. അത് പഠിപ്പിച്ചതും അത് തൻ്റെ ഭിക്ഷു സംഘങ്ങളിലൂടെ ഭിക്ഷുക്കളിലൂടെ അദ്ദേഹം പ്രചരിപ്പിച്ചതും ഈ പാലി ഭാഷയിലാണ്, ജനഭാഷയിലാണ്. അപ്പോൾ ആ പാലി ഭാഷയിലെ എഴുത്തിനെ, അതിനെ എഴുതാൻ വികസിപ്പിച്ചിട്ടുള്ള ഒരു ലിപിയാണ് യഥാർത്ഥത്തിൽ ഈ ധമ്മലിപി എന്ന് പറയുന്ന അശോകൻ ബ്രാഹ്മി. പിൽക്കാലത്ത് ഇൻഡോളജിസ്റ്റുകളാണ് അല്ലെങ്കിൽ ഓറിയൻ്റലിസ്റ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന എഡ്വേർഡ് സയ്യിദും മറ്റും വളരെ വിമർശാത്മകമായി പഠിച്ചിട്ടുള്ള ഓറിയൻ്റലിസ്റ്റ് വ്യവഹാരത്തിൽ വരുന്ന പൗരസ്ത്യവാദ പണ്ഡിതന്മാർ, പാശ്ചാത്യരായിരുന്ന, പലപ്പോഴും വെള്ളക്കാരായിരുന്ന പൗരസ്ത്യവാദ പണ്ഡിതന്മാരാണ് യഥാർത്ഥത്തിൽ 1850 ശേഷമാണ് ഈ പറയുന്ന ബ്രാഹ്മി എന്ന പദാവലി ഉപയോഗിക്കുകയും, ആര്യൻ എന്ന പദം പോലും നമുക്കറിയാം, മാക്സ് മുള്ളറെ പോലെയുള്ള ഇൻഡോളജിസ്റ്റുകളാണ് ഭാഷാപരമായിട്ട് പോലും ആര്യൻ എന്ന ഇൻഡോ ആര്യൻ എന്നൊക്കെയുള്ള ഭാഷാ ഗോത്രങ്ങളെക്കുറിച്ചൊക്കെയുള്ള ആ ഒരു വ്യവഹാരം തുടങ്ങി വെച്ചത്. അപ്പോൾ ഏതായാലും ഞാൻ സൂചിപ്പിച്ചത് ധമ്മലിപി എന്ന് പറയുന്ന ഈ അശോകൻ ബ്രാഹ്മിക്ക് തന്നെ പല എപ്പിഗ്രാഫിയിൽ 3 വികാസഘട്ടങ്ങളെക്കുറിച്ച് പറയുന്നു. ഏറ്റവും പ്രാചീനമായ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീന നാഗരികതകളിൽ ഒന്നായിരുന്നു ഇന്ത്യയിലെ ഇൻഡസ് വാലി എന്ന് പറയുന്ന സൈന്ധവ നാഗരികത, സിന്ധു നദീതട സംസ്കാരം. അപ്പോൾ ആ സിന്ധു നദീതട സംസ്കാരത്തിലെ ചിത്രലിപികൾ പലപ്പോഴും പൂർണ്ണമായും വായിക്കപ്പെട്ടിട്ടില്ല. പലതരത്തിലുള്ള ശ്രമങ്ങളും പരീക്ഷണങ്ങളും പ്രവചനങ്ങളും അതിനെക്കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും അത് ഡെസിഫർ ചെയ്ത് യൂണിവേഴ്സലായി അംഗീകരിക്കുന്ന ഒരു നിലയിലേക്ക് വന്നിട്ടില്ല ഇനി. അപ്പോൾ ആ ഇൻഡസ് വാലിയിലുള്ള ലിപികളെയാണ് യഥാർത്ഥത്തിൽ ഇൻഡസ് ബ്രാഹ്മി എന്ന് ഇൻഡോളജിസ്റ്റുകൾ വിളിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അശോകൻ ഉപയോഗിച്ചിട്ടുള്ള ആ ലിപിയെയാണ് ബുദ്ധൻ്റെ ധമ്മസന്ദേശത്തെ ലോകത്തെ വിവിധ ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഏഷ്യയിലെ നിരവധി ഭാഗങ്ങളിലേക്ക്, ചൈനയിലേക്ക്, സൗത്ത് ഏഷ്യയിലേക്ക്, ഇന്തോനേഷ്യയിലേക്ക്, മലേഷ്യ, തായ്ലൻഡ്, ഇങ്ങനെയൊക്കെയുള്ള നിരവധി, മംഗോളിയ, ചൈനയുടെ തന്നെ വടക്കുള്ള മംഗോളിയ, സൈബീരിയൻ പ്രദേശങ്ങളുടെ അതിർത്തികൾ വരെ, കാൽമൈക്യ എന്ന് പറയുന്ന റഷ്യയുടെ അതിർത്തികൾ വരെയൊക്കെ അശോകൻ്റെ, ഇറ്റാലിയൻ പ്രദേശങ്ങൾ വരെയൊക്കെ അശോകൻ്റെ ഭിക്ഷു സംഘങ്ങൾ, മിഷണറിമാർ യാത്ര ചെയ്യുന്നു. അശോകൻ്റെ മക്കൾ തന്നെയാണ് യഥാർത്ഥത്തിൽ സൗത്ത് ഇന്ത്യയിലേക്കും സൗത്ത് ഏഷ്യയിലേക്കും ഒക്കെ സഞ്ചരിച്ചുകൊണ്ട് അവിടെയൊക്കെ ബുദ്ധൻ്റെ മാനസാന്തരം, ബുദ്ധൻ്റെ സന്ദേശം, നൈതിക സന്ദേശം എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അശോകൻ്റെ കാലത്ത് ഉപയോഗിച്ച അശോകൻ ബ്രാഹ്മി അല്ലെങ്കിൽ ധമ്മലിപി ആണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന എഡിക്റ്റുകളിൽ, അദ്ദേഹത്തിൻ്റെ ശിലാശാസനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ശിലാശാസനങ്ങളിലാണ് കേരളത്തെക്കുറിച്ചുള്ള ആദ്യ ചരിത്ര പരാമർശങ്ങൾ, പുരാവസ്തു തെളിവുകളോടുകൂടിയുള്ള ആദ്യ ചരിത്ര പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ അശോകൻ മിഷണറിമാരുടെ, അദ്ദേഹത്തിൻ്റെ പുത്രിയായ സംഘമിത്തയാണ് ശ്രീലങ്കയിലേക്ക് പോയിക്കൊണ്ട് ഗയയിൽ നിന്നുള്ള ആ ബോധിവൃക്ഷത്തിൻ്റെ ഒരു ശാഖ വേര് പടർത്തിയെടുത്ത് അതിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് കപ്പലിൽ കലിംഗത്ത് നിന്ന്, ഇന്നത്തെ ഒഡീസ ഭാഗത്ത് നിന്ന്
കപ്പലിൽ കയറി ശ്രീലങ്കയിലേക്ക്, സൗത്ത് ഇന്ത്യയിലേക്കും ശ്രീലങ്കയിലേക്കും പോവുകയും അവിടെ അനുരാധപുരത്ത് അത് നട്ടുവളർത്തി ഒരു വലിയ നാഗരികത ആ പ്രദേശത്തെ മുഴുവൻ, ശ്രീലങ്കയെ തന്നെ മാനസാന്തരം ചെയ്തുകൊണ്ട് ബുദ്ധമാർഗത്തിലേക്ക്, ധമ്മമാർഗത്തിലേക്ക് കൊണ്ടുവന്ന യഥാർത്ഥത്തിൽ അശോകൻ്റെ മകളായിട്ടുള്ള സംഘമിത്തയാണ്. പാലിയിൽ പറയുന്നത് സംഘമിത്ത, സംസ്കൃതത്തിലേക്ക് വരുമ്പോഴാണ് അത് സംഘമിത്ര എന്ന രീതിയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള മഹിന്ദനാണ് സൗത്ത് ഇന്ത്യയിലെ പല വലിയ മധുരയിലുണ്ടായിരുന്ന ഇന്ദിരവിഹാരമടക്കമുള്ള നാഗപട്ടണത്തെയും മധുരയിലെയും, അതായത് തമിഴകത്തെ മധുരയിലെയും നാഗപട്ടണത്തെയൊക്കെ വലിയ പഴയ വിഹാരങ്ങൾ, പള്ളികൾ നിർമ്മിച്ചത്, അത് പരിപാലിച്ചത് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള മഹിന്ദനാണ്. അശോകപുത്രനായിട്ടുള്ള മഹിന്ദൻ, അല്ലെങ്കിൽ സംസ്കൃതത്തിൽ പറയുമ്പോൾ മഹീന്ദ്രൻ എന്ന് പറയും. അപ്പോൾ ഈ ഒരു വലിയ പ്രബുദ്ധമായ ഒരു പൈതൃകം, ഒരു ചരിത്രം, സംസ്കാര ചരിത്രം നമ്മുടെ സൗത്ത് ഇന്ത്യക്കും, കേരളം അതിൻ്റെ ഭാഗമായിരുന്നു, സൗത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. സൗത്ത് ഇന്ത്യക്ക് പ്രാചീന തമിഴകം അല്ലെങ്കിൽ തമിഴകം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന ചേരനാടിനെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് പിൽക്കാലത്ത് കേരളം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ചേരനാട്, അതുപോലെ തന്നെ നമുക്ക് കിഴക്ക് വശത്ത് കിടക്കുന്ന പാണ്ഡ്യനാട്, മധുരൈ കേന്ദ്രീകരിച്ചിട്ടുള്ള പാണ്ഡ്യൻ കിങ്ഡം, അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി അതിന് വടക്കോട്ട് പാണ്ഡ്യനാടിൻ്റെ വടക്കൻ പ്രദേശങ്ങളാണ് ഇന്നത്തെ പിന്നെ ചെന്നൈ ഉൾപ്പെടുന്ന ആ പ്രദേശത്തിനെയാണ് ചോളം എന്ന് പറയുന്നത്. തഞ്ചാവൂർ മുതലുള്ള വടക്കോട്ടുള്ള ആ പ്രദേശങ്ങളാണ് ചോളമണ്ഡലം ആയി അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ചേര, ചോള, പാണ്ഡ്യ രാജവംശങ്ങൾ മൂപ്പന്മാരായിരുന്നു യഥാർത്ഥത്തിൽ അശോകൻ്റെ വലിയ മൗര്യ സാമ്രാജ്യത്തിൻ്റെ. ഒരു വശത്ത് കാണ്ഡഹാറും ഗാന്ധാരവും പേർഷ്യ വരെയാണ് അതിൻ്റെ പടിഞ്ഞാറൻ അതിർത്തി. അതേസമയം കിഴക്കൻ അതിർത്തിയാണെങ്കിൽ ബർമ്മയോ ഇൻഡോ ചൈന പ്രദേശങ്ങളോ വരെ എത്തുന്ന രീതിയിൽ നീണ്ടുകിടക്കുന്ന കിഴക്കൻ അതിർത്തിയാണ്. സൗത്ത് ഇന്ത്യയിലേക്ക് വന്നാൽ അതിൻ്റെ അരികുകളിലാണ്, അശോകൻ്റെ ആ വലിയ സാമ്രാജ്യത്തിൻ്റെ അരികുകളിലാണ് ഈ പറയുന്ന സതീയപുത്രരും പാണ്ഡ്യരും ചോളരും ചേരരും. ആ ചേരരെയാണ് അദ്ദേഹം കേരളപുത്തോ എന്ന് പല ശാസനങ്ങളിലും വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ പ്രബുദ്ധമായ ഏതാണ്ട് 2200 വർഷത്തിൽ അധികം പഴക്കമുള്ള പ്രബുദ്ധമായ ഒരു സംസ്കാരം കേരളത്തിന് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ചോളന്മാരുടെയും പാണ്ഡ്യന്മാരുടെയും ആന്ധ്രക്കാരായ സതീയപുത്രന്മാരുടെയും ഒപ്പം അശോകൻ നമ്മെ അഭിവാദ്യം ചെയ്യുന്നത്. പ്രബുദ്ധരായ കേരള മക്കളെ എന്നാണ് അശോകൻ്റെ ഈ അഭിവാദ്യം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സാംസ്കാരിക അടിത്തറ, പ്രബുദ്ധമായൊരു സാംസ്കാരിക അടിത്തറയാണ് നമുക്കുള്ളത്. ഈ ധമ്മലിപികൾ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് എമ്പാടും ലഭിച്ചിട്ടുണ്ട്. ഭിക്ഷാപാത്രങ്ങളായിട്ടുള്ള ഇന്ത്യൻ റൂലറ്റഡ് വെയർ, ഇന്ത്യൻ ബ്ലാക്ക് ആൻഡ് റെഡ് വയർ, അതുപോലെ തന്നെ നിരവധി പട്ടണം വെയർ എന്ന് പറയുന്ന പ്രത്യേകതരം കളിമൺ പാത്രങ്ങൾ തന്നെ നമുക്ക് പട്ടണം ഉത്ഖനനത്തിൽ നിന്ന് കീഴടിയിൽ നടന്ന, മധുരയ്ക്കടുത്തുള്ള കീഴടിയിൽ നടന്ന, ഇപ്പോൾ ഭീഷണി നേരിടുന്ന കീഴടി അടച്ചുപൂട്ടാനുള്ള ഒരു ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കീഴടിയിൽ നടന്ന, കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ നടന്ന പുരാവസ്തു ഖനനങ്ങളാകട്ടെ, പട്ടണത്ത് വളരെ കാലമായി നടന്ന, കഴിഞ്ഞ ഏതാണ്ട് 2 ദശകങ്ങളായി നടന്നുകൊണ്ടിരുന്ന ഉത്ഖനനമാകട്ടെ, ഇതിലൂടെയൊക്കെ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഈ വലിയ ലോകബന്ധങ്ങളുള്ള സൗത്ത് ഇന്ത്യയുടെയും തമിഴകത്തിൻ്റെയും കേരളത്തിൻ്റെയും ചേരനാടിൻ്റെയും പ്രത്യേകമായിട്ടുള്ള ഈ വിശേഷപ്പെട്ട ചരിത്രമാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ധമ്മലിപി നമുക്ക് 2 സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ പുരാവസ്തു ചരിത്ര തെളിവുകൾ കേരളത്തിൻ്റെ പ്രബുദ്ധ സംസ്കാരത്തെക്കുറിച്ച്, അതിൻ്റെ ലോകോത്തര ബന്ധങ്ങളെക്കുറിച്ച്, അതിൻ്റെ സാംസ്കാരിക, വാണിജ്യ, സാമ്പത്തിക വിനിമയങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് ലഭ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള ചരിത്രത്തിൽ ഊഹാപോഹങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കെട്ടുകാഴ്ചകളുടെയോ അല്ലെങ്കിൽ കെട്ടിച്ചമയ്ക്കലിൻ്റെ ആവശ്യമില്ല. വളരെ നിർണായകമായ ചരിത്ര പുരാവസ്തു തെളിവുകൾ നമ്മുടെ മണ്ണിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. എല്ലായിടത്തും ഈ പറഞ്ഞ തെളിവുകൾ വളരെയധികം മൂടപ്പെട്ട് കിടക്കുകയാണ്. നമ്മുടെ കാലടികളിൽ, നമ്മുടെ കീഴടികളിൽ, നമ്മുടെ ചവിട്ടടിയിൽ അമർന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ചരിത്രം ഇന്നും ജീവിക്കുകയാണ്, അത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ ഒരു വലിയ പ്രബുദ്ധതയുടെ ഒരു പാരമ്പര്യം നമ്മുടെ നാടിനുണ്ട്. അപ്പോൾ ഈ അശോകൻ മിഷണറിമാരുടെ ലോകത്തെ തന്നെ, സൗത്ത് ഏഷ്യയെ തന്നെ മാറ്റിമറിച്ച അശോകൻ ഭിക്കുനിമാരും ഭിക്കുക്കളും നടത്തിയിട്ടുള്ള വലിയ ധാർമ്മിക വിദ്യാഭ്യാസ ബോധന പ്രവർത്തനങ്ങൾ, അവരെ ബോധകർ എന്നാണ് വിളിക്കുന്നത്. ഇന്നും നാഞ്ചിരാട്ടിലുള്ള ക്രൈസ്തവ പുരോഹിതന്മാരെ പോലും ബോധകർ എന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജനങ്ങൾ വിളിക്കുന്നത് എന്ന് നമുക്കറിയാം. കാരണം ഈ ഒരു വലിയ പാരമ്പര്യത്തിലാണ്. അപ്പോൾ കേരള ഭാഷയിലേക്ക് വന്നിട്ടുള്ള പാലി പദങ്ങൾ, നമ്മുടെ എല്ലാ പദങ്ങളും, അമ്മയാകട്ടെ, അപ്പനാകട്ടെ, അച്ഛനാകട്ടെ, അയ്യനാകട്ടെ, ഇതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ പാലിയിൽ നിന്നും, പഴന്തമിഴിലൂടെ പാലിയിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഭിക്കുക്കളും ഭിക്കുനികളുമൊക്കെ ആയിട്ട്, അശോകൻ മിഷണറിമാരുമൊക്കെ ആയിട്ടുള്ള വലിയ ചരിത്ര വിനിമയങ്ങളുടെ ഭാഗമായി രൂപപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ഭാഷയിലെ ഏറ്റവും ആഴത്തിലുള്ള, അടുപ്പത്തിലുള്ള വാക്കുകളും അതുപോലെ തന്നെ നമ്മുടെ സ്ഥലനാമങ്ങളുടെ ചരിത്രം, പ്രാദേശിക ചരിത്രങ്ങൾ, സ്ഥലനാമ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതൊന്നും തന്നെ സംസ്കൃതമോ മറ്റൊന്നുമല്ല, മറിച്ച് കൂടുതലും തമിഴും പാലിയുമാണ് യഥാർത്ഥത്തിൽ കലരുന്നത്. പള്ളിയാകട്ടെ, ചേരിയാകട്ടെ, വട്ടമാകട്ടെ, മുട്ടമാകട്ടെ, കുളമാകട്ടെ, കാടാകട്ടെ, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥലനാമങ്ങളിലെ സഫിക്സുകളായിട്ട് നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം കാണുന്നത്. അപ്പം നമ്മുടെ എല്ലാ പ്രദേശങ്ങളുടെയും പേരുകളിലും, നമ്മുടെ എല്ലാ വീട്ടുപേരുകളിലും ഈ പറയുന്ന ചേരിയും പള്ളിയും വട്ടവും മുട്ടവും കോട്ടവും ഒക്കെ തന്നെ ഇതിനകത്ത് സ്ഥാനപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ അടിസ്ഥാന സംസ്കാരം, കേരളത്തിൻ്റെ അടിത്തട്ടിലാണ്ട് കിടക്കുന്ന ബഹുജന സംസ്കാരം, കേരളത്തിൻ്റെ വളരെ പ്രബുദ്ധമായ ഈ പറഞ്ഞ ആരോഗ്യരക്ഷയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും എഴുത്തിൻ്റെയും നെയ്ത്തിൻ്റെയും മറ്റ് നിരവധി കരകൗശല വൈദഗ്ധ്യങ്ങളുടെയും, ചിത്രമെഴുത്തിൻ്റേതാകട്ടെ, ശില്പത്തിൻ്റേതാകട്ടെ, വാസ്തുശില്പത്തിൻ്റേതാകട്ടെ, ഇങ്ങനെയുള്ള നിരവധി പാരമ്പര്യങ്ങൾ, കലകൾ, ജീവിത ആയോജനങ്ങൾ, ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ, കെട്ടുകാഴ്ചകൾ, ദൃശ്യകലകൾ, സംഗീത നൃത്ത വാദ്യാദി കലകളടക്കമുള്ള നാടക അഭിനയമടക്കമുള്ള പ്രത്യേക തരത്തിലുള്ള നിഴൽ പാവകളാകട്ടെ, തോൽപ്പാവകളാകട്ടെ, ഇത്തരത്തിലുള്ള നിരവധി സാംസ്കാരിക മാനിഫെസ്റ്റേഷൻസ് എല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഈ പ്രബുദ്ധതയുടെ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായി വികസിച്ചു വരികയും പല കാലങ്ങളിൽ നിരവധിയായ ബഹുസ്വരമായ രീതിയിലുള്ള മാറ്റം മറിച്ചിലിന് വിധേയമായിട്ടുള്ളതുമാണ്. നമ്മുടെ സാംസ്കാരിക അടിത്തറ യഥാർത്ഥത്തിൽ എഴുത്തിൻ്റെ സംസ്കാരമാകട്ടെ, നമ്മുടെ നീതിചിന്തയുടെയും സമഭാവനയുടെയും സാഹോദര്യത്തിൻ്റെയും അടിസ്ഥാന സംസ്കാരമാകട്ടെ, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്ന നമ്മുടെ പഴയ മാവേലി പാട്ടിൽ യഥാർത്ഥത്തിൽ സഹോദരനാണ് ആധുനിക കാലത്ത് നാരായണഗുരുവിൻ്റെ ശിഷ്യനായ സഹോദരൻ അയ്യപ്പനാണ് ഈ മാവേലിയുടെ ഓണപ്പാട്ടിനെ ഒരു ജനകീയ ഗാനമായിട്ട്, ഒരു രാഷ്ട്രീയ കവിതയായി തന്നെ 1934 പദ്യകൃതികൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് അത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ഓണപ്പാട്ട് പാടിയ കവിക്ക് അദ്ദേഹം അതിൽ ആദര പരാമർശവും നടത്തുന്നുണ്ട്. 2 കവിതകൾ സഹോദരൻ എഴുതിയിരിക്കുകയാണ്, ഓണപ്പാട്ടും യുക്തികാലം ഓണപ്പാട്ട്. ഇതിൽ രണ്ടിലും അദ്ദേഹം ഈ പറയുന്ന പ്രാചീന അല്ലെങ്കിൽ മധ്യകാല ആ കവിയെ, ജനകീയ കവിയെ അദ്ദേഹം ആദര പരാമർശം ചെയ്യുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും പ്രത്യേകിച്ചും അടിസ്ഥാന ജനതയിൽ നിന്ന് വരുന്ന ചരിത്രകാരന്മാർ, ദലിത് ബഹുജന ചരിത്രകാരന്മാരൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രാചീന കവി സമഭാവനയെക്കുറിച്ച് മനുഷ്യരെല്ലാവരും ഒരേപോലെ സഹോദരങ്ങളായി വർത്തിച്ചിരുന്ന, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആയിരുന്ന ആ മാവേലി കാലത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ നമ്മെ ഓർമ്മിപ്പിച്ച ആ പ്രാചീന കവി അല്ലെങ്കിൽ മധ്യകാല കവി യഥാർത്ഥത്തിൽ പാക്കനാർ തന്നെ ആയിരുന്നു എന്നാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. അപ്പോൾ പാക്കനാരുടെ 900 പാട്ടുകൾ അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ട ബ്രാഹ്മണാധിനിവേശത്തിൽ വരേണ്യവൽക്കരണത്തിനിടയിൽ നശിപ്പിക്കപ്പെട്ടു പോയ ആ പാക്കനാരുടെ 900 പാട്ടുകളിൽ ഒന്നാണ് ഈ പറയുന്ന മാവേലിയെക്കുറിച്ചുള്ള പാട്ട് എന്നാണ് പലപ്പോഴും ചരിത്ര ഗവേഷകരും കീഴാള ചരിത്ര പഠിതാക്കളും ദലിത് ബഹുജന പഠിതാക്കളും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏതായാലും സഹോദരൻ്റെ ആ ഓണപ്പാട്ടിൽ സൂചിപ്പിക്കുന്ന, മാവേലി പാട്ടിൽ സൂചിപ്പിക്കുന്ന ആ സമഭാവനയുടെ, സമതയുടെ ഒരു സംസ്കാരം യഥാർത്ഥത്തിൽ അശോകകാലം മുതലാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നീതിയെ, സത്യത്തെ, നേരിനെ വളരെ പ്രാഥമികമായി കാണുന്ന, സത്യത്തിനും നീതിക്കും വേണ്ടി സ്വന്തം അധികാരം ത്യജിക്കാൻ വരെ ഉള്ള ഔചിത്യം ആർജവം കാണിക്കുന്ന നീതിബോധം, അത്രയും നിർഭയമായ നീതിബോധം പുലർത്തുന്ന ഒരു ചക്രവർത്തി, നീതിമാനും ദാനശീലനുമായിട്ടുള്ള അദ്ദേഹത്തെ ആ മൂപ്പൻ യഥാർത്ഥത്തിൽ ഒരു ബൗദ്ധനല്ലാതെ മറ്റാരുമല്ല. കാരണം അതിന് സമാനമായ കഥകളാണ് നമുക്ക്, മിത്തുകളാണ് സൗത്ത് ഇന്ത്യയിലും ഒക്കെ തന്നെ കാണുന്നത്. അപ്പോൾ മഹിഷാസുരനാകട്ടെ, മഹിഷിൻ്റെ ഊരായിട്ടുള്ള മൈസൂർ, അദ്ദേഹത്തെ അവിടെ നിന്ന് ഇതുപോലെ തന്നെ അസുരവൽക്കരിച്ചുകൊണ്ട്, മൃഗവൽക്കരിച്ച് അസുരവൽക്കരിച്ച് അദ്ദേഹത്തെ ചതിയിലൂടെ കൊന്നു നിഷ്കാസിതനാക്കുകയാണ്. അതുപോലെ തന്നെ വൈഷ്ണവ ബ്രാഹ്മണിസം ഈ കുളനായ ഈ വാമനൻ്റെ രൂപത്തിൽ വന്നുകൊണ്ട് ഇദ്ദേഹത്തിനോട് ഈ പറയുന്ന രീതി 3 അടി ചോദിക്കുകയും അദ്ദേഹത്തിൻ്റെ തലയിൽ ചവിട്ടി താഴ്ത്തുകയും അദ്ദേഹത്തെ കൊലപാതകം നടത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ചതിയിലൂടെയുള്ള, കൊലപാതകത്തിലൂടെയുള്ള, വഞ്ചനയിലൂടെയുള്ള നിഷ്ഠുരമായ ഹിംസാത്മകമായ ബ്രാഹ്മണിക വൈഷ്ണവ ബ്രാഹ്മണ്യത്തിൻ്റെ അധിനിവേശം ആണ് യഥാർത്ഥത്തിൽ ഈ നടക്കുന്നത്. കൊല്ലുന്നവനില്ല ശരണ്യത എന്ന നാരായണ ഗുരുവിൻ്റെ വരികളും കൂടി നാം ഇവിടെ ഓർത്തു പോകും. ഈ ചതിയിലൂടെയുള്ള ഈ ചവിട്ടിത്താഴ്ത്തൽ, തലയ്ക്ക് ചവിട്ടിയുള്ള ഈ കൊലപാതകം കാണുമ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഈ മിത്ത് കേൾക്കുമ്പോൾ ആദ്യം സ്മരിക്കുന്ന യഥാർത്ഥത്തിൽ നാരായണ ഗുരുവിനെയാണ്. കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാ വിധ നന്മയും ആർന്നിടിലും, കൊല്ലായെങ്കിൽ അവൻ ഗുണമുള്ള പുമാൻ, അല്ലായെങ്കിൽ മൃഗത്തിന് തുല്യനവൻ എന്ന് പറഞ്ഞ നാരായണ ഗുരുവിൻ്റെ ആ ജീവകാരുണ്യ പഞ്ചകത്തിൽ 1913-14 കാലഘട്ടത്തിൽ ജാതിക്കൊലകളും ജാതിവെറിയും ഇവിടെ പ്രമാദമായിരുന്ന സമയത്ത് നാരായണ ഗുരു നടത്തിയ ആ പ്രസ്താവം, ചരിത്ര പ്രസ്താവം നമുക്ക് ഓർമ്മിക്കേണ്ടി വരും. അതുപോലെ തന്നെ 1914 അദ്ദേഹം നടത്തിയ ആ ചരിത്ര പ്രസ്താവം, നമുക്ക് സന്യാസം തന്ന നമ്മുടെ ഗുരുക്കന്മാരാണവർ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരെക്കുറിച്ചാണ്, പാശ്ചാത്യ ആധുനികതയെക്കുറിച്ചാണ്. നമ്മുടെ പ്രധാന വിഷയമായിട്ടുള്ള ആധുനികതയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. പാശ്ചാത്യ വിദ്യാഭ്യാസം, പാശ്ചാത്യ യൂറോപ്യൻ ജ്ഞാനോദയ ചിന്ത, യൂറോപ്യൻ ശാസ്ത്ര യുക്തികൾ, യൂറോപ്പിൻ്റെ ജ്ഞാനസിദ്ധാന്തം, യൂറോപ്പിൻ്റെ തത്വമീമാംസ, യൂറോപ്യൻ മീമാംസ എന്ന് പറയുന്ന ഈ പാശ്ചാത്യ വെസ്റ്റേൺ മെറ്റഫിസിക്സിനെക്കുറിച്ച്, ഫിലോസഫിയെക്കുറിച്ച് പൊതുവായി അദ്ദേഹം പറഞ്ഞതാണ്. അവരാണ് നമുക്ക് സന്യാസം തന്ന, അല്ലെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസ അവകാശവും നമുക്ക് മനുഷ്യാവകാശ, ഭാഗികമായ മനുഷ്യാവകാശങ്ങളും തന്നിട്ടുള്ള ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ യൂറോപ്യരാണ്. യൂറോപ്പിൻ്റെ ആധുനികതയാണ്, ജ്ഞാനോദയ ചിന്തയാണ് യഥാർത്ഥത്തിൽ സാമൂഹ്യ മാറ്റത്തിന് ഇവിടെ കൊളോണിയൽ പരിസരത്താണെങ്കിൽ കൂടി ഒരു പ്രകരണം ഒരുക്കിയത് എന്നുള്ള ഏറ്റവും ചരിത്രഗഹനവും വിമർശ ഗൗരവമേറിയതുമായ, ഏറ്റവും നൈതികവും വിമർശ ഗൗരവമേറിയതുമായിട്ടുള്ള ഒരു പ്രസ്താവം നാരായണ ഗുരുവിൻ്റെ 1914 ഈ പ്രസ്താവമാണ്. രാമാദികളുടെ കാലത്തെങ്കിൽ ശംഭൂകൻ്റെ ഗതിയാവും നമുക്കുണ്ടാവുക, കാരണം സ്മൃതികൾ നോക്കി ഭരിക്കുന്നവരല്ലേ ഹിന്ദുക്കൾ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ആധുനിക കേരള നവോത്ഥാനത്തിൻ്റെ വിധാതാവും ദാർശനികനുമായിരിക്കുന്ന നാരായണ ഗുരുവാണ് 1914 തന്നെ, ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ പ്രസ്താവിച്ചത്. യഥാർത്ഥത്തിൽ ആധുനികതയാണ്, പാശ്ചാത്യ ജ്ഞാനോദയ ചിന്തയാണ്, ആധുനികതയാണ് ഇവിടെ മാറ്റത്തിന് വഴിമരുന്നിട്ടത് എന്ന ഒരു വലിയ പ്രസ്താവം. അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ദാർശനികനും മുഖ്യ പ്രയോക്താവുമായിരിക്കുന്ന മഹാത്മാ ജ്യോതിബ ഫൂലെയുടെ ഒരു ജീവിതം, അദ്ദേഹത്തിൻ്റെ രചനകൾ, പ്രവർത്തനങ്ങൾ ഒക്കെ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാകുന്നത് മറ്റൊന്നല്ല. നമുക്കറിയാം അദ്ദേഹത്തിന് ഈ പറയുന്ന വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയിൽ, സ്മൃതികൾ നോക്കിയുള്ള ഈ ഭരണത്തിൽ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ നീതി കിട്ടിയിട്ടേയില്ല. അദ്ദേഹം വളരെ പ്രമുഖരായ ഒരു അന്നത്തെ മഹാരാഷ്ട്രയിലെ ഒരു സമുദായത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും വന്നുവെങ്കിൽ പോലും ബ്രാഹ്മണ കേന്ദ്രിതമായിരുന്ന ഒരു വ്യവസ്ഥയിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം, ഒരു ശൂദ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം നിഷേധിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനെ തുടർന്ന് അദ്ദേഹം സ്കോട്ടിഷ് മിഷണറിമാരുടെ പള്ളിക്കൂടത്തിൽ പോവുകയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുകയും ഇംഗ്ലീഷിലൂടെ ഇന്ത്യൻ ജാതി വ്യവസ്ഥയെക്കുറിച്ച്, ഈ വർണ്ണവ്യവസ്ഥയെക്കുറിച്ച് തനിക്ക് പോലും
വളരെ ഭേദപ്പെട്ട നിലയിലുള്ള തനിക്ക് പോലും അക്ഷരം നിഷേധിക്കുന്ന ഈ ഗുരുകുല സമ്പ്രദായത്തെക്കുറിച്ച്, ബ്രാഹ്മണ്യ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അദ്ദേഹം എഴുതുകയും അത് ലോകത്ത് ചർച്ചയാവുകയും ചെയ്തു. അദ്ദേഹം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പോലും ഈ സ്ലേവറി എന്ന പുസ്തകം, ഗുലാംഗിരി എന്ന് അദ്ദേഹം തന്നെ അത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം വലിയ ചർച്ച ആയി മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുമാത്രമല്ല, അദ്ദേഹം സ്വന്തം ഭാര്യയായിരുന്ന സാവിത്രിബായി ഫൂലെയെ വിദ്യാഭ്യാസം ചെയ്യിക്കുകയും അവരെ കൊണ്ട് തന്നെ അവർ രണ്ടുപേരും കൂടി മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഷെയ്ഖിൻ്റെ അവരുടെ സഹായത്തോടുകൂടി, ഷെയ്ഖുമാരുടെ ആ സഹായത്തോടുകൂടി, ഷെയ്ഖ് ഫാമിലിയുടെ സഹായത്തോടുകൂടി അവർ ദളിതരായിട്ടുള്ള പെൺകുട്ടികൾക്കും വേണ്ടിയുള്ള വിദ്യാലയങ്ങൾ 1840കളിൽ തുടങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏതാണ്ട് ആ സമയത്തൊക്കെ തന്നെ കേരളത്തിലും ഈ തരത്തിലുള്ള പാശ്ചാത്യ ശൈലിയിലുള്ള പള്ളിക്കൂടങ്ങൾ, മിഷണറിമാരുടെ പള്ളിക്കൂടങ്ങൾ കേരളത്തിലും സ്ഥാപിതമായി കഴിഞ്ഞിരിക്കുകയാണ്. 1840കളിൽ നമുക്കറിയാം LMSൻ്റെയും CMSൻ്റെയും ഒക്കെ തന്നെ പ്രവർത്തനങ്ങൾ നാഞ്ചിനാട്ടിൽ ആരംഭിച്ചു കഴിഞ്ഞു. ബേസൽ മിഷൻ്റെ പ്രവർത്തനങ്ങൾ മലബാറിൽ ആരംഭിച്ചു കഴിഞ്ഞു. മധ്യ തിരുവിതാംകൂറിലാണെങ്കിൽ ചാവറയച്ചൻ്റെയും മറ്റും നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ജാതിക്ക് അതീതമായി, ജാതി ഉല്ലംഘിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ മിഷണറിമാരുടെ ഒരു ഇടപെടൽ, പ്രത്യേകിച്ചും പാശ്ചാത്യ മിഷണറിമാരുടെ ഇടപെടൽ, അത് വളരെ നിർണായകമായിരുന്നു. അത് സാധ്യമായത് യഥാർത്ഥത്തിൽ ഒരു കൊളോണിയൽ രാഷ്ട്രീയ സന്ദർഭത്തിലാണ്. അതുകൊണ്ട് തന്നെ കൊളോണിയലിസത്തിൻ്റെ എല്ലാ വലിയ മൃഗീയമായ ചൂഷണ പദ്ധതികളും ക്യാപിറ്റലിസത്തിൻ്റെ ഉൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ കൊളോണിയലിസം. പാശ്ചാത്യ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ഒരു എക്സ്റ്റൻഷനാണ് യഥാർത്ഥത്തിൽ കൊളോണിയലിസം എന്ന് പറയുന്നത്. അപ്പോൾ കൊളോണിയലിസമാണ് യഥാർത്ഥത്തിൽ ഈ പ്ലാന്റേഷൻ സ്ലേവറി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പ്ലാന്റേഷൻ സ്ലേവറിയിലൂടെയാണ് സ്ലേവ് ട്രേഡും, ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡും, അടിമക്കച്ചടവും, അതുപോലെ തന്നെ തോട്ടപ്പണിയും, പ്ലാന്റേഷൻ ലേബർ എന്ന് പറയുന്ന ആ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചത്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ആധുനിക കാലത്ത് അടിമത്തത്തെ പ്രമാദമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുള്ള ഒരു പദ്ധതിയായിരിക്കെ തന്നെ പലപ്പോഴും വളരെ നേരിയ തോതിലാണെങ്കിലും ഒരു ജ്ഞാനോദയത്തിൻ്റെ, ആധുനികതയുടെ ചില മൂല്യങ്ങൾ, ചില നിലവാരങ്ങൾ, ചില മേന്മകൾ ഈ കോളനികളിലേക്ക് എത്തിപ്പെടുവാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതലും ഈ പറയുന്ന വിദ്യാഭ്യാസ മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് കൊളോണിയലിസ്റ്റുകളായിട്ടുള്ള, കൊളോണിയൽ അധികാരികളായിട്ടുള്ള നമ്മുടെ കേണൽ മെൻറോയെ പോലെയുള്ള പല പ്രവർത്തകരും, അവർ ഒരു വശത്ത് വിദ്യാഭ്യാസ പ്രവർത്തകരും മിഷണറികളും കൂടി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ തിരുവിതാംകൂറിൽ ഉണ്ടായിട്ടുള്ള, മധ്യ തിരുവിതാംകൂറിലും തെക്കൻ തിരുവിതാംകൂറിലും നാഞ്ചിനാട്ടിലും ഉണ്ടായിട്ടുള്ള വലിയ സാമൂഹ്യ വിപ്ലവങ്ങളുടെ, കേരള നവോത്ഥാനത്തിൻ്റെ ആധാരമായി കിടക്കുന്ന നാഞ്ചിനാട്ടെ നാടാർ സ്ത്രീകളുടെ മാറുമുറയ്ക്കൽ പ്രക്ഷോഭം അടക്കമുള്ള വലിയ സാമൂഹ്യ മാറ്റങ്ങൾക്ക് മാനസാന്തരത്തിൻ്റെയും കൊളോണിയൽ മിഷണറി പ്രവർത്തനങ്ങളുടെയും പരിസരം വളരെയധികം സഹായകരമായിരുന്നു. പ്രത്യേകിച്ചും 1810-കൾക്ക് ശേഷമുള്ള 1810-20 കാലത്തുള്ള കേണൽ മെൻറോയുടെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഭരണതലത്തിലുള്ള പല ഇടപെടലുകളും വളരെയധികം വിമോചനാത്മകമായ ഒരു ആധുനികതയിലേക്ക് നമ്മുടെ സമൂഹത്തെ, കേരളത്തെ, പ്രത്യേകിച്ചും തെക്കൻ തിരുവിതാംകൂറിനെ നയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ തിരുവിതാംകൂറിലെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്ന C. കേശവൻ പോലും അത് വളരെയധികം ഹാർദമായി അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട്, നാരായണഗുരു ആധുനികതയെ ഹൃദയാഭിവാദ്യം ചെയ്തതുപോലെ, നമ്മുടെ ഗുരുക്കന്മാരാണവർ എന്ന് പറഞ്ഞതുപോലെ തന്നെ യഥാർത്ഥ C. കേശവൻ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന, ഒരു വളരെ ഇളയ ശിഷ്യനായിരുന്ന, ഗൃഹസ്ഥ ശിഷ്യനായിരുന്ന, മുഖ്യമന്ത്രിയായിരുന്ന തിരുക്കൊച്ചി ഭരിച്ച C. കേശവൻ പോലും പറഞ്ഞിട്ടുള്ളത് കേണൽ മെൻറോയുടെ പല ഭരണ പരിഷ്കാരങ്ങളും നാം പഠിക്കേണ്ടതാണ്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു പുസ്തകം തന്നെ മലയാളത്തിൽ എഴുതേണ്ടതാണ്. കേരള ഭാഷയിൽ തന്നെ മെൻറോയുടെ ഒരു ജീവചരിത്രം എഴുതേണ്ടതാണ് എന്ന് C. കേശവൻ പലപ്പോഴും നമ്മെ അദ്ദേഹത്തിൻ്റെ ജീവിത സമരത്തിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു വിപുലമായ ഒരു ചരിത്രബന്ധങ്ങൾ, ലോകബന്ധങ്ങൾ, ലോകത്തിൻ്റെ രാഷ്ട്രീയവും, കൊളോണിയൽ ആധുനികത, പാശ്ചാത്യ മിഷണറി ഇടപെടൽ,
അതുപോലെ തന്നെ ആധുനികതയുടെ ജനായത്ത മൂല്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വലിയ ലോകബന്ധങ്ങളുള്ള ഒരു വിപുലമായ ഒരു ചരിത്ര ഭൂമികയാണ് കേരളത്തിൻ്റെ ആധുനികതയ്ക്ക് ഉള്ളത്. ഞാൻ സൂചിപ്പിച്ചത് അതിൻ്റെ വിപുലമായ ഒരു ചരിത്ര പശ്ചാത്തലമാണ്. അതിൻ്റെ തുടക്കം യഥാർത്ഥത്തിൽ ആദിമമായിട്ടുള്ള അതിൻ്റെ തുടക്കം, ഉത്ഥാനം ഏതാണ്ട് 2200 വർഷത്തോളം അല്ലെങ്കിൽ ബുദ്ധനോളം മഹാവംശം, ദീപവംശം തുടങ്ങിയ സൗത്തേഷ്യയിലെ പ്രാചീനമായ ചരിത്രഗ്രന്ഥങ്ങൾ, ബൗദ്ധ ചരിത്രഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ബുദ്ധൻ്റെ കാലത്ത് തന്നെ ഈ വിപുലമായ സാമൂഹ്യ മാറ്റം, സാമൂഹ്യ പരിവർത്തനം തുടങ്ങിയതായിട്ടാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ബുദ്ധനിൽ ആരംഭിക്കുന്ന, അല്ലെങ്കിൽ ചുരുങ്ങിയത് അശോകനിലെങ്കിലും ആരംഭിക്കുന്ന ഒരു ചരിത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ചരിത്രം. അതിനിടയിൽ നിരവധിയായിട്ടുള്ള സ്വാധീനങ്ങളും നിരവധിയായ മാറ്റങ്ങളും നിരവധിയായ വിനിമയങ്ങളും നമുക്ക് ലോകവുമായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നീട് പ്രത്യേകിച്ച് നമുക്കറിയാം 6-7 നൂറ്റാണ്ടോടുകൂടിയാണ് സൗത്ത് ഇന്ത്യയിലേക്ക് ഈ ബ്രാഹ്മണിക ചിന്താധാരകൾ കടന്നു വരുന്നത്. വൈദികം എന്ന് പറയുന്ന വൈദിക വേദത്തിലാധാരമായിട്ടുള്ള സനാതനം എന്ന് വിളിക്കപ്പെടുന്ന വൈദിക വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയും വേദങ്ങളെയും സ്മൃതിശ്രുതി പുരാണങ്ങളെയും ആധാരമാക്കുന്ന ഒരു പൗരോഹിത്യത്തിൻ്റെ ഒരു മതവും ഒക്കെ യഥാർത്ഥത്തിൽ കടന്നു വരുന്നത് 6-7 നൂറ്റാണ്ടിന് ശേഷം മാത്രമാണ്. 8-9 നൂറ്റാണ്ടുകളോടുകൂടിയാണ് ഈ ബ്രാഹ്മണ്യത്തിന് വൈദിക വർണ്ണാശ്രമധർമ്മം അല്ലെങ്കിൽ ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന ഈ ഹിന്ദുമത പദ്ധതിക്ക്, ഹൈന്ദവ ബ്രാഹ്മണ്യത്തിന് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു അധികാരം, സാമൂഹ്യ രാഷ്ട്രീയ സമഗ്രമായ ഒരു സാംസ്കാരിക അധികാരത്തിലേക്ക് വരുന്നത്, അധീശത്വത്തിലേക്ക് വരുന്നത് 8-9 നൂറ്റാണ്ടുകളോടുകൂടി മാത്രമാണ്. പിന്നീടും ബുദ്ധിസത്തിൻ്റേതായിട്ടുള്ള, ഞാൻ സൂചിപ്പിച്ച BC 3-ാം നൂറ്റാണ്ടിലെത്തിയ അശോകൻ മിഷണറിമാരുടെ ആ പ്രബലമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ നടന്നിട്ടുള്ള, അടിസ്ഥാന ജനതയിൽ നടന്നിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏതാണ്ട് മധ്യകാലത്തോളം ബുദ്ധിസത്തിൻ്റെ ആ സ്വാധീനം, പ്രബുദ്ധതയുടെ സ്വാധീനം നമ്മുടെ നാട്ടിൽ നിലനിന്നിരിക്കുകയാണ്, ഇന്നും നിലനിൽക്കുകയാണ്. ഇന്നും നമ്മുടെ ജനകീയമായിട്ടുള്ള അടിത്തട്ടിലുള്ള നാട്ടറിവുകളിലുള്ള, നാട്ട് വഴക്കങ്ങളിലുള്ള, വായ്മൊഴി വഴക്കത്തിലുള്ള അടിസ്ഥാന ജനതയുടെ സംസ്കാരം യഥാർത്ഥത്തിൽ ആ ഒരു സമതയുടെ സംസ്കാരം തന്നെയാണ്. സമഭാവനയുടെയും സാഹോദര്യത്തിൻ്റെയും ആ പറഞ്ഞ മാവേലിയുടെ ആ ഒരു സംസ്കാരമാണ് നിലനിൽക്കുന്നത്. പല മാറ്റം മറിച്ചിലുകൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ പോലും ആ അടിസ്ഥാന നൈതിക സംസ്കാരം, മഹാബലിയുടെ ആ സംസ്കാരം നമുക്ക് പൂർണ്ണമായും കൈമോശപ്പെട്ടിട്ടില്ല. കാരണം അതാണ് അടുത്ത കാലത്ത് ഓണത്തെ തന്നെ, ശ്രവണത്തിൽ നിന്നാണ് ശ്രാവണവും ഓണവും ഒക്കെ ഉണ്ടാകുന്നത്. ശ്രാവണോത്സവമാണ് ഓണം. വിഷു എന്ന് പറയുന്ന പുത്താണ്ടാണ്. തമിഴകത്തും മുതൽ മലൈത്തായി ഭാഗങ്ങളിലൊക്കെ തന്നെ അത് പുത്താണ്ടായിട്ടാണ്. പുതിയ വർഷം അല്ലെങ്കിൽ പുതുവർഷം, പുതു ആണ്ട്, അതാണ് പുത്താണ്ട്. പുത്തർ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ തമിഴിൽ ബുദ്ധനെ സൂചിപ്പിക്കുന്ന പദമാണ്. തമിഴിൽ പുത്തൻ, അയ്യോ പുത്തോ എന്നാണ് നമ്മൾ പോലും ഇപ്പോഴും വിളിക്കുന്നത്. നമ്മൾ വിലപിക്കുന്നത്, നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി അലമുറയിട്ട് കരയുന്ന അയ്യോ പുത്തോ എന്നാണ്. വീഴുമ്പോഴോ, കാലൊന്ന് തട്ടിയാലോ, കൈ മുറിഞ്ഞാലോ, കൈയൊന്ന് പൊള്ളിയാലോ നാം വിളിക്കുന്നത് അയ്യോ പുത്തോ എന്നാണ്. വീഴുമ്പോൾ വിളിക്കുന്ന അയ്യോ പുത്തോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഴുന്നത്. അപ്പോൾ പുത്തരാകട്ടെ, അയ്യനാകട്ടെ, നമ്മളെ തല്ലിയാലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ നാം കരയുന്നത് അയ്യോ അയ്യോ എന്നാണ്. അക്ഷരാഭ്യാസമില്ലാത്ത ചെറിയ ശിശുക്കൾ മുതൽ വളരെ പ്രായമായിട്ടുള്ള കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന എന്ന് പറയുന്ന വളരെ വന്ധ്യ വയോധികർ പോലും വിളിക്കുന്നത് അയ്യോ അയ്യോ എന്ന് തന്നെയാണ്. അപ്പോൾ അയ്യോ എന്ന പദം പോലും കേരളത്തിൽ ഈ പറയുന്ന ബ്രാഹ്മണവൽക്കരണത്തെ തുടർന്ന് മധ്യകാലത്ത് 8-9 നൂറ്റാണ്ടുകൾക്ക് ശേഷം ആധുനിക കാലം വരെ നിരോധിക്കപ്പെട്ടിരുന്നു. പല ജാതി ഹിന്ദു കുടുംബങ്ങളിലും പരിസരങ്ങളിലും ഒക്കെ തന്നെ ഇത് നിരോധിക്കപ്പെട്ട ഒരു പദമാണ് അയ്യോ എന്നുള്ളത്. അയ്യോ എന്നുള്ളത് പാലിയിൽ അരിയ എന്ന് പറയുന്ന അരിയ സത്യങ്ങൾ, ആ അരിയ ബുദ്ധ തത്വങ്ങളെ സൂചിപ്പിക്കുന്ന ആര്യബുദ്ധോ എന്നുള്ളതാണ്. അയ്യോ പുത്തോ എന്നുള്ള ഈ ഗ്രാമ്യമായ ശൈലിയിൽ തെക്കൻ വായ്മൊഴി വഴക്കത്തിൽ തമിഴ് ശൈലിയിൽ നാം വിളിച്ചു പോകുന്നത്. അപ്പോൾ അയ്യനാകട്ടെ, പുത്തനാകട്ടെ, അച്ഛനാകട്ടെ, അപ്പനാകട്ടെ, നമ്മുടെ എല്ലാ പഴയ അമ്പലങ്ങളിലും ഇരിക്കുന്ന അപ്പനാണ്. ചിലയിടത്ത് അപ്പൻ വിഷ്ണുവാണ്, ചിലയിടത്ത് അപ്പൻ ശിവനാണ്, ചിലയിടത്ത് അപ്പൻ ഇത് രണ്ടും കൂടിയതാണ്. അപ്പോൾ ഇതെല്ലാം ചിലയിടത്ത് ഇരണ്ടലി അപ്പനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ അപ്പന്മാരും ഇരട്ടയപ്പന്മാരും ഇരണ്ടലയപ്പന്മാരും അയ്യന്മാരും അച്ഛന്മാരും
അയ്യപ്പന്മാരും അപ്പച്ചന്മാരും എല്ലാം സൂചിപ്പിക്കുന്നത് പാലിയുടെയും തമിഴിൻ്റെയും അശോകകാലം മുതലുള്ള ആ പഴയ തേരവാദ ചിന്തയുടെയും ആദിമമായ അശോകൻ ബുദ്ധിസം എന്ന് പറയുന്ന തേരവാദ ചിന്തയുടെ പ്രാമുഖ്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആനകളെ എഴുന്നള്ളിക്കുന്ന ആനയുടെ രൂപത്തിലാണ്, സിംഹത്തിൻ്റെ രൂപത്തിലാണ്, കാളയുടെ രൂപത്തിലൊക്കെയാണ് അശോകൻ ഇമേജറി ബിംബാവലി വന്നിരിക്കുന്നത്. അങ്ങനെയാണ്. കാരണം അശോകകാലത്ത് മനുഷ്യരൂപത്തിലായിരുന്നില്ല ബുദ്ധനെ അവതരിപ്പിച്ചത്. ആ ബുദ്ധനെ ഒരു ഗജോത്തമനായും ഒരു എക്സ്ക്യൂസിറ്റ് എലഫൻ്റ് എന്നുള്ള രീതിയിൽ ഒരു ഗണനാഥൻ വിനായകനായ ബുദ്ധൻ നാരായണ ഗുരുവിൻ്റെ 1918 പ്രസ്താവം കൂടി നമുക്ക് ഓർക്കേണ്ടതുണ്ട്. അദ്വൈതവാദി വിനായക എന്ന അമരകോശം ഉദ്ധരിച്ചുകൊണ്ടാണ് നാരായണ ഗുരു 1918 ശ്രീലങ്കയിലിരുന്നു കൊണ്ട് പറഞ്ഞത് നമ്മുടേതും ബുദ്ധമതം തന്നെ, എന്താ സംശയമുണ്ടോ, ഷഡഭിജ്ഞോ ദശബലോ അദ്വൈതവാദി വിനായക എന്ന സിംഹള ബുദ്ധ ഭിക്കുവായിരുന്ന അമരസിംഹൻ്റെ അമരകോശം ഇന്ത്യയിലെയും സൗത്ത് ഏഷ്യയിലൊക്കെ തന്നെ അടിസ്ഥാന പദകോശമായ അമരകോശത്തിലെ ബുദ്ധ പര്യായങ്ങൾ 18 പര്യായങ്ങൾ, ശബരിമലയിലെ 18 പടികൾ പോലെ തന്നെ, അല്ലെങ്കിൽ സംഘസാഹിത്യത്തിലെ 18 മേൽക്കണക്കുകളും 18 കീഴ്ക്കണക്കുകളും പോലെ തന്നെ ആ 18 പര്യായങ്ങളിൽ ചിലത് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്വൈതവാദി വിനായക, അദ്ദേഹത്തിൻ്റെ ബുദ്ധൻ്റെ വിനായകനായ ബുദ്ധൻ്റെ അദ്വൈതവാദമാണ് എൻ്റെ അദ്വൈതവാദം എന്ന് അസന്നിഗ്ധമായ അദ്ദേഹം 1918 പ്രസ്താവിക്കുകയുണ്ടായി. അപ്പോൾ ഈ രീതിയിലുള്ള വളരെ വിപുലമായ ഒരു ചരിത്ര ഭൂമിക, ഒരു ചരിത്ര പശ്ചാത്തലമാണ് നമ്മുടെ കേരളത്തിൻ്റെ ആധുനികതയ്ക്കുള്ളത്. അത് യഥാർത്ഥത്തിൽ കേവലം പാശ്ചാത്യ മിഷണറിമാർ ഇറക്കുമതി ചെയ്തതോ അല്ലെങ്കിൽ കൊളോണിയലിസത്തിലൂടെ മാത്രം നമുക്ക് കിട്ടിയതോ അല്ല, മറിച്ച് കേരളത്തിൻ്റെ ആദിമ ഉത്ഥാനങ്ങൾ നിരവധിയായി കിടക്കുകയാണ്. അത് ചുരുങ്ങിയത് ബുദ്ധൻ്റെയും അശോകൻ്റെയും കാലം മുതലുള്ള ലോകബന്ധങ്ങൾ, അതിനു മുമ്പ് ഇൻഡസ് വാലിയുമായിട്ട് ഇൻഡസ് വാലിയുമായിട്ട് സൗത്ത് ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ള വിനിമയങ്ങളെക്കുറിച്ചുള്ള വലിയ ഗവേഷണങ്ങൾ ഇപ്പോൾ പട്ടണത്തെ തുടർന്ന് വികസിക്കാനിരിക്കുന്നതേ. ഇപ്പോൾ പട്ടണത്തിൻ്റെ അവസ്ഥ തന്നെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. കേരളത്തിലുണ്ടായിട്ടുള്ള ഈ അധീശ ചരിത്ര സമവായത്തിൻ്റെ ഭാഗമായിട്ട് പട്ടണമടക്കമുള്ള ഇപ്പോൾ കേരളത്തിൻ്റെ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്ന കീഴടിയിൽ നടന്നുകൊണ്ടിരുന്ന ഉത്ഖനനത്തെ നമുക്കറിയാം, കേന്ദ്ര സർക്കാർ തന്നെ ഇടപെട്ടുകൊണ്ട് അതിനെ പൂട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ സൈറ്റ് മ്യൂസിയം തന്നെ അവിടുന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള വസ്തുക്കൾ നോർത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവുകളും വന്നിരിക്കുകയാണ്. അതേസമയം നിർഭാഗ്യകരമെന്ന് പറയാൻ, കേരളത്തിൽ പ്രബുദ്ധമായിട്ടുള്ള ഈ കേരളത്തിൽ പോലും സ്വന്തം ചരിത്രത്തെ പുറത്തേക്ക്, ലോകബന്ധങ്ങളെ, കേരളത്തിൻ്റെ ലോകോത്തരമായ വിശ്വോത്തരമായിട്ടുള്ള ഈ സാംസ്കാരിക ചരിത്രത്തെ, അതിൻ്റെ വിശദാംശങ്ങളും തെളിവുകളും പുറത്തേക്ക് കൊണ്ടുവരുന്ന ഈ പട്ടണ ഉത്ഖനനത്തെ പോലും പലപ്പോഴും പല ബ്രാഹ്മണിക ശക്തികളും സഖ്യങ്ങളും തൽസ്ഥിതി സഖ്യങ്ങളും ഇടപെട്ടുകൊണ്ട് അതിനെ ഏതാണ്ട് ഇല്ലാതാക്കി വെച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞ 10 വർഷമായിട്ട്. ഭാഗ്യം എന്ന് പറയാം, തൽക്കാലം അത് ചെറിയ രീതിയിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ പഠനങ്ങളും ഒരുപാട് വലിയ വിശദമായ പഠനങ്ങളും ഒക്കെ പുറത്തേക്ക് വരാറുണ്ട്. അപ്പോൾ അതിലൂടെ മാത്രമേ നമ്മുടെ ഈ അശോകകാലത്തേക്ക് കവിഞ്ഞു നിൽക്കുന്ന, ബുദ്ധൻ്റെ കാലത്തിനും അപ്പുറത്തേക്ക് പോകുന്ന, ഏതാണ്ട് BC 2000-ലേക്കോ 3000-ലേക്കോ 5000-ലേക്കോ ഒക്കെ പോകാവുന്ന 7000-ഓ 8000-ഓ വരെ പഴക്കമുള്ള കേരളത്തിൻ്റെ ലോകബന്ധങ്ങൾ, ഇൻഡസ് വാലിയുമായി ഉണ്ടായിരുന്ന സൗത്ത് ഇന്ത്യയുടെ ബന്ധങ്ങൾ ഒക്കെ കൂടുതൽ കീഴടിയിലും പട്ടണത്തും ഒക്കെ കൂടുതൽ പഠനങ്ങൾ നടക്കുന്നതിൻ്റെ മുറയ്ക്ക് മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഭൂമിക വികസിച്ച് വരേണ്ടതുണ്ട്. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഏകശിലാത്മകമായിട്ടുള്ള ഒരു അധീശ സാംസ്കാരികതയും, അതിനെയാണ് ഈ സംസ്കാര ദേശീയത അല്ലെങ്കിൽ സംസ്കാര ദേശീയവാദം എന്നൊക്കെ പറയുന്നത്, ഈ ഏകശിലാത്മകമായ ഏകമത കേന്ദ്രീകൃതമായ അധീശത്വപരമായ അപരങ്ങളെ ദമനം ചെയ്യുന്ന
അപരങ്ങളെ അപമാനവീകരിച്ച് മൃഗവൽക്കരിച്ച് രാക്ഷസീകരിച്ച് വധിക്കുന്ന മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുന്നതിനെക്കുറിച്ച് നാം പറഞ്ഞു. അപ്പോൾ തലയ്ക്ക് ചവിട്ടിത്താഴ്ത്തുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഉറക്കത്തിൽ മഹിഷാസുരനെ വശീകരിച്ചു കൊണ്ടുവന്ന് ഉറങ്ങുന്ന സമയത്ത് കൊല്ലുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ രാവണനെ അദ്ദേഹത്തിൻ്റെ നാട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ആക്രമിച്ച് തകർത്ത് അദ്ദേഹത്തെ ഇഞ്ചിഞ്ചായി ഓരോ തലയും വെട്ടി കൊല്ലുന്ന തരത്തിലുള്ള, രാവണനെ ആകട്ടെ മഹിഷാസുരനെ ആകട്ടെ മഹാബലിയാകട്ടെ ഈ പറയുന്ന സൗത്ത് ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും ഒക്കെ പ്രബുദ്ധരായിട്ടുള്ള നീതിമാന്മാരായിട്ടുള്ള ചക്രവർത്തികളെ, ജനനേതാക്കളെ വധിക്കുന്ന തരത്തിലുള്ള വർണ്ണാശ്രമധർമ്മത്തിൻ്റെ, അര്യാധിനിവേശത്തിൻ്റെ, ഈ ഭീകരമായ ഹൈന്ദവ ബ്രാഹ്മണിക ഹിംസയുടെ ഒരു പദ്ധതി, അതിൻ്റെ ഒരു രണ്ടാം വരവ് യഥാർത്ഥത്തിൽ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംസ്കാര ദേശീയവാദത്തിൻ്റെ, അതിദേശീയതയുടെ, സൈനികവും സായുധവുമായ ഒരു ദേശീയവാദത്തിൻ്റെ ഭീകരത, ഏകശിലാത്മകമായ ഒരു സംസ്കാരം, മൊണോലിത്തിക് എന്ന് പറയുന്ന സമഗ്രാധിപത്യപരമായ, ടോട്ടാലിറ്റേറിയൻ എന്ന് വിളിക്കുന്ന തരത്തിലുള്ള അതിഭീകരമായ, ഹിംസാത്മകമായ, ദമനാത്മകമായ, അപരനിഷേധപരമായ, അപരഭീതി പെരുക്കുന്ന, അപരോന്മൂലനപരമായിട്ടുള്ള, അപരത്തെ കുറിച്ചുള്ള ഭയം ജനിപ്പിച്ചുകൊണ്ട്, പ്രചരിപ്പിച്ചുകൊണ്ട്, വിദ്വേഷവും പകയും വർഗീയതയും മാത്രം വിസർജിച്ചുകൊണ്ട് ഈ സമൂഹത്തെയും സംസ്കാരത്തെയും മലിനമാക്കുന്ന ഒരു വലിയ സംസ്കാര ദേശീയവാദ പദ്ധതി ഇന്ത്യയെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന് ഉത്തരവാദികൾ ഈ പറയുന്ന ഹൈന്ദവ പൊതുബോധത്തെ നിർമ്മിച്ച് ജാതി ഹിന്ദു സാമാന്യബോധത്തെ സ്ഥാപിച്ചിട്ടുള്ള ഈ വരേണ്യ സഖ്യങ്ങളും തൽസ്ഥിതി സഖ്യങ്ങളും തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദികൾ, പരിപൂർണമായിട്ടുള്ള ഉത്തരവാദികൾ. അപ്പോൾ ആ ഭീകരമായ സംസ്കാര ദേശീയവാദത്തെ ചെറുക്കണമെങ്കിൽ യഥാർത്ഥത്തിലുള്ള ബഹുജനങ്ങളുടെ സത്യവും നീതിയുമാർന്ന അടിസ്ഥാന സംസ്കാരത്തെ, പ്രബുദ്ധതയുടെ സംസ്കാരത്തെ ഉണർത്തിയെടുത്തുകൊണ്ട് തന്നെ ബഹുസ്വരമായ രീതിയിൽ, ഏകശിലാത്മകമായ രീതിയിലല്ല. ഇന്ത്യയുടെ പാരമ്പര്യങ്ങൾ നിരവധിയാണ്. ഇന്ത്യയുടെ ശ്രമണ പാരമ്പര്യങ്ങൾക്കുള്ളിൽ തന്നെ നിരവധി ശാഖകൾ കിടക്കുകയാണ്. ബുദ്ധിസമാകട്ടെ, ജൈനിസമാകട്ടെ, അജീവക ചിന്തയാകട്ടെ, ചാർവാക ചിന്തയാകട്ടെ, കപിലരുടെ ചിന്തയാകട്ടെ, നിരവധിയായ സൂഫികളുടെയും മറ്റ് ഭക്തി പ്രസ്ഥാനക്കാരുടെയും ചിന്തകളാകട്ടെ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ബഹുജനധാരകൾ, വിമോചനധാരകൾ, സ്ത്രീകളുടെയും തൊട്ടുകൂടാത്തവരുടെയും പുറന്തള്ളപ്പെട്ടവരുടെയും ന്യൂനപക്ഷങ്ങളുടെയും നിരവധിയായിട്ടുള്ള ശബ്ദങ്ങളും സാന്നിധ്യങ്ങളും പാരമ്പര്യങ്ങളും ചരിത്ര സംസ്കാര ധാരകളും നമുക്കുണ്ട്. അപ്പം ഇതിനെ ഒന്നും ഒരു ഏകശിലാത്മകമായ ഒന്നിലേക്ക് സംസ്കൃതീകരിച്ച് വരണ്യമാക്കി ഹൈന്ദവീകരിച്ച് ഒതുക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമല്ല. വൈവിധ്യമാണ് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ കാതൽ. മിശ്രമാണ് യഥാർത്ഥത്തിൽ സഹോദരൻ്റെ കവിത സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലോകത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ലോക യാഥാർത്ഥ്യത്തെ മടക്കി കൊണ്ടുവരുന്ന, ഇന്ത്യയുടെ വൈവിധ്യത്തെ, ഇന്ത്യയുടെ ബഹുത്വങ്ങളെ, ഇന്ത്യയുടെ അടിസ്ഥാന സംസ്കാരധാരയായ ബുദ്ധിസത്തിൻ്റെ തന്നെ വൈവിധ്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ബഹുജന ധാര, അടിസ്ഥാന ജനതയുടെ ഒരു ഒരു ജീവിത സമരധാര, അതാണ് ഈ പറയുന്ന അതിജീവനത്തിലേക്ക് നമ്മെ നയിക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സാംസ്കാരികമായ പ്രതിരോധം, ഇന്ത്യൻ സാംസ്കാരിക വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങൾ, ഇന്ത്യൻ സംസ്കാര ചരിത്രത്തെക്കുറിച്ചുള്ള പുതുവായനകൾ, ഇന്ത്യൻ ഏകശിലാത്മകമായ ഇന്ത്യ ചരിത്രത്തെയും ഇന്ത്യൻ വരേണ്യമായ സാമൂഹ്യശാസ്ത്ര വ്യവഹാരങ്ങളെയും ഒക്കെ വിമർശാത്മകമായി അപനിർമ്മിക്കുന്ന, ഇന്ത്യൻ അധീശത്വത്തിൻ്റെ പാഠങ്ങളെ അപനിർമ്മിക്കുന്ന, ഇന്ത്യൻ ആഖ്യാനങ്ങളുടെ, ഇന്ത്യൻ അധീശത്വത്തിൻ്റെ വരേണ്യ പാഠങ്ങളെ പ്രത്യേകിച്ച് അപമാനവീകരിക്കുന്ന അപരവൽക്കരണത്തിൻ്റെ പാഠങ്ങളെ വളരെ നൈതികമായ ജാഗ്രതയോടുകൂടി അപരഭയം, അപരഭീതി പെരുക്കുന്ന, അപരവിദ്വേഷം പടർത്തി അപര ഉന്മൂലനത്തിലേക്ക് നയിക്കുന്ന, വംശഹത്യാത്മകമായി പോലും മാറാവുന്ന തരത്തിലുള്ള സമഗ്രാധിപത്യ പൊതുബോധമാണ് ഇവിടെ അടിച്ചുറപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുസ്മൃതി എന്ന വണ്ണം, മനുസ്മൃതി ഈ രീതിയിൽ വളരെ ഹിംസാത്മകമായി ചവിട്ടി ഉറപ്പിക്കപ്പെട്ടതാണ്. അവസാന ബൗദ്ധ ചക്രവർത്തിയായിരുന്ന ബൃഹദ്രഥനെ ബ്രാഹ്മണ സേനാനായകനായിരുന്ന പുഷ്യമിത്ര ശുങ്കൻ ചതിയിലൂടെ പിന്നിൽ നിന്ന് കുത്തി വധിച്ച്
അതിനെ ന്യായീകരിക്കാൻ, ബ്രാഹ്മണൻ നടത്തിയ ചതിയിലൂടെയുള്ള കൊലപാതകത്തെ ന്യായീകരിക്കാൻ നിർമ്മിച്ച മനുസ്മൃതി അടക്കമുള്ള പാഠങ്ങൾ ശൂദ്രനും സ്ത്രീക്കും അവർണർക്കും മ്ലേച്ഛർ എന്ന് വിളിക്കുന്ന സഹോദര മതസ്ഥർക്കും ഒന്നും നീതിയോ മനുഷ്യ പദവിയോ പൗരാവകാശമോ മനുഷ്യരുടെ പൗരത്വം പോലും, ഈ നാട്ടിൽ ജനിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ പൗരത്വം പോലും റദ്ദാക്കുന്ന തരത്തിലുള്ള മതത്തിൻ്റെ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഓരോ വിഭാഗങ്ങളെയായി, ഓരോ പ്രത്യേക മതക്കാരെയായി വേർതിരിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളിൽ തന്നെ വലിയ ചാതുർവർണ്ണ്യം സൃഷ്ടിച്ചുകൊണ്ട് വിഭജന ഭരണ യുക്തിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിഭീകരമായ വർഗീയവൽക്കരണവും ഈ പറയുന്ന അതിദേശീയതയുടെയും സംസ്കാര ദേശീയതയുടെയും പകർന്നാട്ടങ്ങളുമാണ് നാം വർത്തമാനത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാം യഥാർത്ഥത്തിൽ ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച്, കേരള ചരിത്രത്തെക്കുറിച്ച്, അതിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ അടിസ്ഥാന ധാരകളെക്കുറിച്ച്, അതിലെ വലിയ മതസംഘർഷങ്ങളെക്കുറിച്ച്, അതാണ് നമ്മുടെ ഭരണഘടനാ ശില്പിയായ ബാബാ സാഹേബ് അംബേദ്കറുടെ തന്നെ ഏറ്റവും വലിയ ഒരു നിർണായകമായിട്ടുള്ളൊരാശയമാണ്. ഇന്ത്യ ചരിത്രം യഥാർത്ഥത്തിൽ ഈ ബ്രാഹ്മണ്യത്തിൻ്റെ വംശീയ ഉന്മൂലനങ്ങളുടെ ഒരു ചരിത്രമാണ്. ബ്രാഹ്മണ്യം ബുദ്ധിസത്തോട് നടത്തിയിട്ടുള്ള വംശഹത്യാത്മകമായ പകയും ഉന്മൂലനവുമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഈ സംസ്കാര ചരിത്രത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അപ്പോൾ മതങ്ങളുടെ ഹിംസയുടെ, മത പീഡനങ്ങളുടെ അതിൻ്റെ ചരിത്രം ഇതൊക്കെ തന്നെ കേരളത്തിലും വളരെ നമുക്ക് കല്ലുകൾ വളരെ പരിചിതമാണ്. കേരളത്തിൽ പോലും മതഹിംസയുടെ അടയാളങ്ങൾ, ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ ഇന്നും ലഭ്യമാണ്. അപ്പോൾ ആ രീതിയിൽ കേരളത്തിലെ ഈ അശോകകാലം മുതൽ അല്ലെങ്കിൽ ബുദ്ധൻ്റെ കാലം മുതൽ നടന്നു പോന്നിട്ടുള്ള ഈ ആധുനികമായിട്ടുള്ള, അതുകൊണ്ടാണ് ബുദ്ധനെയാണ് പല വിമർശകരും ആദ്യത്തെ ആധുനികവാദിയായി യഥാർത്ഥത്തിൽ കാണുന്നത് ബുദ്ധനെയാണ്. കാരണം നിലനിന്ന വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയെ, ചാതുർവർണ്ണ്യ വ്യവസ്ഥയെ, വൈദിക വർണ്ണാശ്രമ വ്യവസ്ഥയെ യഥാർത്ഥത്തിൽ വെല്ലുവിളിച്ചത് ബുദ്ധനാണ്. അതുകൊണ്ട് തന്നെ നവീകരണം, സാമൂഹ്യ നവീകരണം, രാഷ്ട്രീയ നവീകരണം, തത്വചിന്തയുടെയും ജീവിതത്തിൻ്റെയും പ്രയോഗത്തിൻ്റെയും നവീകരണം, ലോകത്തിൻ്റെ തന്നെ പുനർക്രമീകരണം എന്ന രീതിയിൽ ആധുനികതയെ ആദ്യമായി മുന്നോട്ട് വച്ചത് ബുദ്ധനാണെന്ന് പല ചിന്തകരും പറയും. അപ്പോൾ ആ ബുദ്ധൻ്റെ ഈ അടിസ്ഥാന ആശയങ്ങൾ, സമഭാവന, സമത, കാരുണ്യം, മൈത്രി, മുദിത്വം, ഉപേക്ഷ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാതിനിധ്യത്തിൻ്റെ രാഷ്ട്രീയം, സംഘം എന്ന ആശയം, പ്രാതിനിധ്യത്തിൻ്റെ രാഷ്ട്രീയമാണ് ജനായത്വം. അപ്പോൾ ജനായത്വ ചിന്ത ഇന്ത്യയിൽ ഉടലെടുക്കുന്ന യഥാർത്ഥത്തിൽ ബുദ്ധനിലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിനയ ഘടകങ്ങളിൽ, വിനയ നിയമങ്ങളിലൂടെ ആവിഷ്കൃതമായിട്ടുള്ള സംഘങ്ങളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഉന്നതമായ പാശ്ചാത്യ ഗവേഷണ ബിരുദങ്ങളുണ്ടായിരുന്ന, ലോക പരിചയമുണ്ടായിരുന്ന ബാബാ സാഹേബ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഈ ജനായത്വത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇവ യഥാർത്ഥത്തിൽ വീണ്ടെടുക്കുന്നത് നേരിട്ട് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് എൻ്റെ പാശ്ചാത്യ ആധുനികതയുമായിട്ടുള്ള ജ്ഞാനോദയ ചിന്തയുമായിട്ടുള്ള എൻ്റെ വിദ്യാഭ്യാസ ഇടപാടുകളിലൂടെ മാത്രമല്ല, മറിച്ച് എൻ്റെ ഗുരുവായിട്ടുള്ള ബുദ്ധനിലും അദ്ദേഹത്തിൻ്റെ സംഘ നിയമങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇന്ത്യയിലെ ആ ജനായത്വത്തിൻ്റെ വേരുകൾ, ഇന്ത്യൻ ഭരണഘടനയിലേക്ക് നയിച്ച ഈ അടിസ്ഥാന ആശയങ്ങളെ, സ്വാതന്ത്ര്യത്തെ, സമത്വത്തെ, സാഹോദര്യത്തെ വീണ്ടെടുക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ബുദ്ധനിൽ ആരംഭിച്ച ആധുനികത, ഇന്ത്യൻ ആധുനികത, അത് ഇന്ത്യൻ പ്രബുദ്ധത എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. അതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പ്രബുദ്ധത. കേരളത്തിൽ നാരായണഗുരുവിലൂടെ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ വീണ്ടെടുക്കപ്പെട്ടത് ബുദ്ധൻ്റെ ഇതേ ആശയങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പഞ്ചശീലങ്ങൾ തന്നെയാണ് നാരായണഗുരുവിൻ്റെ പഞ്ചധർമ്മങ്ങളും പഞ്ചശുദ്ധി സങ്കല്പങ്ങളും ഒക്കെ തന്നെ. അദ്ദേഹത്തിൻ്റെ കാരുണ്യവും സമഭാവനയും തന്നെയാണ് നാരായണഗുരുവിൻ്റെ അനുകമ്പ ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ അനുകമ്പാ ദശകത്തിൽ ഗുരു വളരെ പ്രത്യേകമായി 3 ലോക ദാർശനികർക്കും ലോക ഗുരുക്കന്മാർക്കും തൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. മനുജാകൃതി പൂണ്ട ധമ്മമോ, പരമേശ പവിത്ര പുത്രനോ, കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ബുദ്ധനും ക്രിസ്തുവിനും അതുപോലെ തന്നെ പ്രവാചകനെയും അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് കേരളത്തിൻ്റെ ആധുനികതയുടെ ആധാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ യഥാർത്ഥത്തിലുള്ള തുടക്കം ബുദ്ധൻ്റെ ഈ അനിത്യവാദത്തിലും അദ്ദേഹത്തിൻ്റെ സമതയെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും മൈത്രിയെക്കുറിച്ചുമുള്ള
അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളിലുമാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ആധുനികത ബുദ്ധനിൽ നിന്നാണ് യഥാർത്ഥത്തിൽ വികസിക്കുന്നത്. അശോകൻ മിഷണറിമാരിലൂടെയാണ്, ഭിക്കുനിമാരിലൂടെയാണ് അതിൻ്റെ സാക്ഷരതയും അതിൻ്റെ ആരോഗ്യരക്ഷാ പരിപാടികളും അതിൻ്റെ ധാർമ്മിക കർമ്മ പരിപാടികളൊക്കെ തന്നെ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉറവിടം എന്ന് പറയുന്നത്. നമ്മുടെ ആധുനികതയുടെ കേരള നവോത്ഥാനത്തിൻ്റെ ആധാരം യഥാർത്ഥത്തിൽ കിടക്കുന്നത് ഇന്ത്യൻ പ്രബുദ്ധതയിൽ തന്നെയാണ്. ലോകത്തിൻ്റെ, ഏഷ്യയുടെയും തന്നെ പ്രബുദ്ധതയുടെ ആധാരമായ ബുദ്ധിസത്തിൽ നിന്നാണ് അതിൻ്റെ ഒരു ധാര വരുന്നത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ പാശ്ചാത്യ ഇടപെടലുണ്ടായ 19-ാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ മിഷണറിമാരുടെയും പാശ്ചാത്യ ഭരണ വിദഗ്ധന്മാരുടെയും ഒക്കെ ഇടപെടലുണ്ടായ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ ഈ വലിയ വിപുലമായ 2000 വർഷത്തിലധികം നീളുന്ന പ്രബുദ്ധതയുടെ ഈ പാരമ്പര്യത്തിൽ നിന്നാണ് നമ്മുടെ നാടാർ സ്ത്രീകളുടെ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. അയ്യാ വൈകുണ്ഠർ ഉയർന്നു വരുന്നത്. അങ്ങനെയാണ് അയ്യാ വൈകുണ്ഠരാണ് ഈ പറയുന്ന ജാതിക്കും മതത്തിനും ഉപരിയായിട്ടുള്ള സന്ദേശം ജനങ്ങളിലേക്ക് ആദ്യമായി നാഞ്ചിനാട്ടിൽ, തെക്കൻ തിരുവിതാംകൂറിൽ നമുക്ക് ഉയർത്തിവിട്ടത്. അദ്ദേഹമാണ് 1836 സമത്വ സമാജം സ്ഥാപിച്ചുകൊണ്ട് ജാതിക്കതീതമായി അടിസ്ഥാന ജനതയെ, ബഹുജനങ്ങളെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിവെച്ചത്. പിന്നീടാണ് നമുക്കറിയാം, അതേ ധാരയിലാണ് തൈക്കാട് അയ്യാവ് തൻ്റെ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ചത്. തൈക്കാട് അയ്യാവാണ് പദ്യഭോജനത്തിൻ്റെയും ഒക്കെ തുടക്കം വളരെ ചെറിയ രീതിയിൽ, എളിയ രീതിയിൽ അദ്ദേഹം തുടങ്ങിവെച്ചത്. ചട്ടമ്പി സ്വാമികളുടെയും നാരായണ ഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയും ഒക്കെ പല കാര്യങ്ങളിലും യോഗയിലും ഒക്കെയുള്ള ഗുരുവും കൂടിയായിരുന്നു അദ്ദേഹം. അയ്യാ വൈകുണ്ഠരെ സ്വാതി തിരുനാളിൻ്റെ ആ പുലിമടയിൽ നിന്ന് വളരെ നയപരമായി, തന്ത്രപരമായി ഇടപെട്ടുകൊണ്ട് വിമോചിപ്പിക്കുന്നതും തൈക്കാട് അയ്യാവാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവരൊക്കെ തന്നെ വരുന്നത്, ഞാൻ സൂചിപ്പിച്ചത്, ഒരിക്കലും വൈദികമോ വർണ്ണാശ്രമധർമ്മപരമായ പാരമ്പര്യത്തിലെല്ലാം മറിച്ച് ദക്ഷിണേന്ത്യയുടെ അടിസ്ഥാന പാരമ്പര്യമായ സിദ്ധ പാരമ്പര്യത്തിൽ നിന്നും ആ ഭക്തി പാരമ്പര്യത്തിൽ നിന്നും അതിൻ്റെ ഒരു ബൗദ്ധമായ ഒരു തുടർച്ചയിൽ നിന്നുമാണ്. യഥാർത്ഥത്തിൽ ബുദ്ധിസത്തിൻ്റെ പല ശാഖകളിലൊന്നാണ് ഈ മഹായാനവും വജ്രയാനവും ഒക്കെ ആയിട്ട് പിരിഞ്ഞിട്ട് മധ്യകാലത്തോടുകൂടി പിന്നീട് വജ്രയാനമാണ് ഏതാണ്ട് 16-ാം നൂറ്റാണ്ട് വരെയൊക്കെ പല രീതിയിൽ പിടിച്ചു നിന്നിട്ടുള്ളത്. അപ്പോൾ വജ്രയാനത്തിൻ്റെ ഒരു സിദ്ധ സങ്കല്പം അതാണ് യഥാർത്ഥത്തിൽ തമിഴ് ചിത്ത പാരമ്പര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നാരായണ ഗുരുവിൻ്റെ തന്നെ പല പാട്ടുകളും തമിഴ് ചിത്ത പാരമ്പര്യത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പാമ്പാട്ടി ചിന്ത് എന്ന് പറയുന്ന പാട്ടാണ് കരുവ കൃഷ്ണാശാൻ്റെ നോട്ട് പുസ്തകത്തിൽ പാമ്പാട്ടി ചിന്ത് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്ന പാമ്പാട്ടി ചിത്തരുടെ പാട്ടിനെ അനുകരിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള പാമ്പാട്ടി ചിന്താണ് പിന്നീട് പലപ്പോഴും കുണ്ടലിനി പാട്ടായിട്ടും മറ്റും പല വരേണ്യ വക്താക്കളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ നിരവധി വരേണ്യവൽക്കരണങ്ങളും പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ പാഠങ്ങൾക്കിടയിലൂടെ തിരികെ കയറ്റാൻ കുൽസിത കേന്ദ്രങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരു ഗാഠവായനയിൽ അല്ലെങ്കിൽ വളരെ ഗൗരവമേറിയ കാലിക വായനയിൽ നമുക്ക് നാരായണ ഗുരുവിൻ്റെ പാഠങ്ങളെ വീണ്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഏതായാലും ഞാൻ സൂചിപ്പിച്ചത് തമിഴ് സിദ്ധ പാരമ്പര്യം, വജ്രയാന പാരമ്പര്യം, അതുപോലെ തന്നെ തമിഴകത്തെ യഥാർത്ഥത്തിലുള്ള നവോത്ഥാനം സാധ്യമാക്കിയ പണ്ഡിറ്റ് അയോധ്യദാസർ, നാരായണ ഗുരുവിന് തൊട്ടു മുമ്പ് ഈ കാര്യങ്ങൾ തമിഴകത്ത് വളരെ സജീവമായിട്ട് നടത്തി തുടങ്ങി ആരംഭിച്ച കൊളോണിയൽ ആധുനികതയുടെ എല്ലാ തുറവികളെയും ഉപയോഗിച്ചുകൊണ്ട് തിയോസഫിക്കൽ സൊസൈറ്റിയുമായി പ്രവർത്തിച്ചുകൊണ്ട് കേണൽ ഓൾക്കോട്ടിൻ്റെയും റവറൻഡ് ജോൺ രത്നത്തിൻ്റെയും അതുപോലെ തന്നെ അനാഗരിക ധമ്മപാലയുടെയും ഒക്കെ സഹായത്തോടു കൂടി ദീക്ഷ സ്വീകരിച്ച് ശ്രീലങ്കയിലേക്കൊക്കെ പോയി, നാരായണ ഗുരുവിനെ പോലെ അല്ലെങ്കിൽ ബാബാ സാഹേബിനെ പോലെ ശ്രീലങ്കയിലേക്ക് പോയി അവിടെ നിന്ന് ദീക്ഷ സ്വീകരിച്ച് തിരിച്ചു വന്ന് ശാക്യ ബുദ്ധിസ്റ്റ് സൊസൈറ്റി 1890-കളിൽ തന്നെ നീലഗിരികളിൽ സ്ഥാപിച്ച് തമിഴകത്തിലെ അടിസ്ഥാന ജനതയുടെ വിമോചനം, പ്രത്യേകിച്ചും അവിടുത്തെ ദ്രവീഡിയൻ മൂവ്മെൻറ്റിൻ്റെ തന്നെ തുടക്കക്കാരൻ ദ്രാവിഡ പാണ്ഡിയൻ എന്ന ഒരു പ്രസിദ്ധീകരണം ജേണൽ തുടങ്ങിക്കൊണ്ട് ആരംഭിക്കുന്നത് പണ്ഡിറ്റ് അയോധ്യദാസരാണ്. അപ്പോൾ അയോധ്യദാസർ യഥാർത്ഥത്തിൽ ബുദ്ധിസത്തെ ആദ്യമായി ഇന്ത്യയിൽ വീണ്ടെടുത്ത, ബുദ്ധിസത്തിൽ നിന്ന് ഊർജം കൊണ്ട് ബുദ്ധിസത്തിൻ്റെ ആദ്യത്തെ ഒരു ശാഖ, ഒരു നവ ബൗദ്ധ ശാഖ ആധുനിക കാലത്ത് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് അയോധ്യദാസ പണ്ഡിതരാണ്. അയോധ്യദാസ പണ്ഡിതരുടെ 1890-ലെ
ഈ നിയോ ബുദ്ധിസ്റ്റ് മൂവ്മെൻറ്റിനെ തുടർന്നാണ് 1920കളിലാണ് കേരളത്തിലെ നവബുദ്ധവാദ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അത് നവോത്ഥാന പോരാട്ടങ്ങളുടെ നവോത്ഥാന ആധുനികതയുടെ ഭാഗമായി നാരായണഗുരുവിൻ്റെ ശിഷ്യരായിട്ടുള്ള സഹോദരനും മിതവാദിയും CVയും മൂലൂരും ഒക്കെ കൂടി തുടങ്ങി വെച്ച പ്രസ്ഥാനമാണ് അത്. പിന്നീട് മൂന്നാമത് നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും സഫലമായിട്ടുള്ള ഒരു നിയോ ബുദ്ധിസ്റ്റ് മൂവ്മെൻ്റാണ് നവയാനം എന്ന് അറിയപ്പെടുന്ന ബാബാ സാഹിബിൻ്റെ നവയാനം എന്ന് പറയുന്ന നിയോ ബുദ്ധിസം. അതാണ് അദ്ദേഹം ഏതാണ്ട് 5 ലക്ഷം അനുയായികളുമായിട്ട് 1986 നാഗ്പൂരിൽ വച്ച് നടന്ന വലിയ മാനസാന്തര സമ്മേളനത്തിലൂടെ 22 അധിക പ്രതിജ്ഞകൾ എടുപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വലിയ വിപുലമായ ഏറ്റവും സക്സസ്ഫുൾ വിജയകരമായ ഒരു പൂർത്തീകരണത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വളരെ വിപുലമായ ധാരകളും വംശാവലികളും ബഹുസ്വരമായ മാർഗങ്ങളും വഴികളുമാണ് നമ്മുടെ കേരള നവോത്ഥാനത്തിന് ഉള്ളത്. വിപുലമായ ലോകബന്ധങ്ങൾ അതിന് ഉണ്ട്. കേരള ചരിത്രം തന്നെ ആ രീതിയിൽ വളരെ വിപുലവും ബഹുസ്വരവും വളരെയധികം ബഹുജനോന്മുഖവുമായിട്ടുള്ള പല അംശങ്ങളും നമ്മുടെ അടിസ്ഥാന സംസ്കാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനെ തുടർന്നാണ് യഥാർത്ഥത്തിൽ നമുക്ക് അറിയാം കേരളത്തിലുള്ള അയ്യങ്കാളിയുടെ വലിയ പ്രസ്ഥാനങ്ങൾ, മനുഷ്യാവകാശ പോരാട്ടങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, സഞ്ചാര സ്വാതന്ത്ര്യ സമരങ്ങൾ, വില്ലുവണ്ടി സമരം. അപ്പോൾ അടിസ്ഥാന ജനതയുടെ സ്വാതന്ത്ര്യം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ, സഞ്ചാര സ്വാതന്ത്ര്യം, ആരാധനയുടെ സ്വാതന്ത്ര്യം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൂലധനത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ അയ്യങ്കാളിയുടെ വലിയ മനുഷ്യാവകാശ സമരങ്ങളിലൂടെയാണ് വികസിക്കുന്നത്. അതുപോലെ തന്നെ മധ്യ തിരുവിതാംകൂറിലേക്ക് വന്നാൽ പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ്റെ, പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്ന പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ കുമാരഗുരുദേവൻ്റെ അദ്ദേഹത്തിൻ്റെ വളരെ സാഹിതീയമാം എന്ന് പറയുന്ന വളരെ സാംസ്കാരികമായ ജീവിത പോരാട്ടം, അതിജീവന സമരം, സാംസ്കാരികമായ അതിജീവന സമരത്തിൻ്റെ ഏറ്റവും മികച്ച മാതൃകയാണ്, അടിത്തട്ടിൽ നിന്നുള്ള മാതൃകയാണ് പൊയ്കയിലപ്പച്ചൻ്റെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ. അപ്പോൾ കേരളത്തിലെ ആദിമ ജനതയുടെ ചരിത്രം ഉണർത്തിയെടുക്കുകയും അടിമത്തത്തിൻ്റെ ചരിത്രത്തെ നിരന്തരം വായിക്കുകയും പുനർവായിക്കുകയും കേരളത്തിൻ്റെ അധീശത്വത്തെയും ജാതി ഹിന്ദുത്വത്തെയും അപനിർമ്മിക്കുകയും അടിത്തട്ടിൽ നിന്നുള്ള വലിയ വിമർശ നോക്കുപാടുകൾ ലോകത്തിന് സംഭാവന ചെയ്യുകയും ചെയ്തിട്ടുള്ള പൊയ്കയിലപ്പച്ചൻ്റെ വിമോചന വാങ്മയവും അദ്ദേഹത്തിൻ്റെ അതിജീവന സമരവും അത് നാം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പിന്നെ നാം ഇന്ന് അറിഞ്ഞു വരുന്ന പാമ്പാടി ജോൺ ജോസഫ് ആകട്ടെ, കാവരികുളം കണ്ണൻകുമാരനാകട്ടെ, അതുപോലെ തന്നെ നിരവധി പോലെ കവിയായിട്ടുള്ള ചോതിച്ചാത്തനാകട്ടെ, അങ്ങനെ നിരവധി സാമൂഹ്യ വിപ്ലവകാരികളുടെ അടിസ്ഥാന ജനതയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള, അപ്പോൾ ഇതിനൊക്കെ മുമ്പ് തന്നെ നമുക്കറിയാം പിന്നെ തിരുവിതാംകൂർ ഭാഗത്ത് നടന്നിട്ടുള്ള ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 19-ാം നൂറ്റാണ്ടിലെ ജാതിവിരുദ്ധ സാംസ്കാരിക സമരങ്ങളാകട്ടെ, അതിന് തൊട്ടുമുമ്പ് അരങ്ങേറിയിട്ടുള്ള നങ്ങേലിയുടെ ബലിയാകട്ടെ, വൈക്കം എന്ന് പറയുന്ന പഴയ പള്ളി വിഹാരത്തെ മോചിപ്പിക്കാനായി നടത്തിയ ദളവാക്കുളം 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നടന്ന ദളവാക്കുളം സമരവും അതിൻ്റെ അടിച്ചമർത്തലും കിരാതമായിട്ടുള്ള വെട്ടിക്കൊലയും ദളവാക്കുളം കൂട്ടക്കൊലയും ഒക്കെ തന്നെ ഇങ്ങനെ നിരവധി സമരങ്ങളുണ്ട്. നിരവധി നൂറ്റാണ്ടുകളിലൂടെ നടന്നിട്ടുള്ള സമരങ്ങളുടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാനം ഏതാണ്ട് സാധ്യമായിട്ടുള്ളത്. പക്ഷെ നവോത്ഥാനം അവിടെ അവസാനിക്കുന്നില്ല. നവോത്ഥാനം ഈ രീതിയിൽ നവീകരണം, ആധുനികത എന്ന അർത്ഥത്തിൽ ആധുനികത അത് നിരന്തരം നവീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. ജനായത്തത്തെക്കുറിച്ച് പറയുന്നത് പോലെയാണ്, ജനായത്ത പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആധുനികതയുടെ പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല. കാരണം ഓരോ കാലത്തും പുതിയ രൂപങ്ങളിലേക്ക്, പുതിയ സമരങ്ങളിലേക്ക്, പുതിയ അതിജീവന സമരങ്ങളിലേക്കും ജീവിത പോരാട്ടങ്ങളിലേക്കും അത് വരികയാണ്. നിരന്തര നവീകരണമാണ് ആധുനികത നവീകരണമാണ്. എങ്കിൽ ആധുനികത ഈ പറയുന്ന പുരോഗമന കലാപ്രസ്ഥാനത്തെ പോലെ പുരോഗമനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, മനുഷ്യൻ്റെ ലോകത്തിൻ്റെ ക്ഷേമമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അത് പൂർത്തിയാക്കപ്പെടുന്നില്ല. ആധുനികതയുടെ നവോത്ഥാനത്തിൻ്റെ പ്രക്രിയ പൂർത്തിയാക്കപ്പെടുന്നില്ല. എല്ലാ മനുഷ്യർക്കും, അവസാന മനുഷ്യർക്കും നീതി കിട്ടുന്നതുവരെ ആധുനികതയുടെയും നവോത്ഥാനത്തിൻ്റെയും പ്രവർത്തനങ്ങൾ
തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും, ലോകം ഏറ്റവും വലിയ പ്രതിസന്ധികൾ നേരിടുന്ന സന്ദർഭങ്ങളിൽ പോലും വളരെ ജാഗ്രതയോടുകൂടി നമ്മുടെ ഈ സംസ്കാര ചരിത്രത്തെ, ലോകോത്തരമായ ലോകബന്ധങ്ങളുള്ള കേരളത്തിൻ്റെ ആധുനികതയെയും സംസ്കാര ചരിത്രത്തെയും വളരെ ജാഗ്രതയോടുകൂടി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളെയും പിഴവുകളെയും വിടവുകളെയും മൗനങ്ങളെയും പൂർത്തീകരിക്കാനുള്ള പരിശ്രമം ഈ കഠിനമായ കാലത്തും നാം തുടർന്ന് കൊണ്ടുപോകേണ്ടതുണ്ട്. കാരണം അതിലും വലിയ രാഷ്ട്രീയ പ്രതിസന്ധികൾ നമ്മുടെ മുകളിൽ തൂങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഒരു നിമിഷം പോലും ഇളവേൽക്കാനുള്ള ഒരു സമയമല്ല, മറിച്ച് നമ്മുടെ സമഗ്രമായ ജീവിത പോരാട്ടത്തെയും അതിജീവന സമരത്തെയും ഏറ്റവും സജീവമാക്കേണ്ട ഒരു സന്ദർഭമാണ് ഇത്. ഇത്തരത്തിലുള്ള ഒരു സംവാദത്തിന് സമയപരിമിതിയുള്ളതുകൊണ്ട് വേദിയൊരുക്കിയ ഇതിൻ്റെ സംഘാടകർക്ക്, പുകാസയുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇതിൽ സഹകരിച്ച, ഇതിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ, ഇതിൽ സന്നിഹിതരായ എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ തൽക്കാലം നിർത്തട്ടെ. എല്ലാവർക്കും നന്ദി.